പ്രിയ സഹപ്രവർത്തകരെ, യുക്തിവാദി സുഹൃത്തുക്കളെ, കേരള യുക്തിവാദി സംഘത്തിൻ്റെ ഈ വർഷത്തെ സംസ്ഥാന ക്യാമ്പിലെ ആദ്യ ക്ലാസ്സാണ്. അതിൻ്റെ സമയനിഷ്ഠയെക്കുറിച്ച് പറഞ്ഞു. 40 മിനിറ്റ് ആണ് സമയം, 20 മിനിറ്റ് ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കുമാണ്. അതിൽ 10 മിനിറ്റ് മോഡറേറ്റർക്കാണെന്നാണ് പറഞ്ഞത്. ആ 10 മിനിറ്റിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയും. കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ കേരള യുക്തിവാദി സംഘത്തിന് തനതായ ഒരു സ്ഥാനമുണ്ട്. ആ സ്ഥാനം വേണ്ടത്ര രീതിയിൽ ചരിത്രകാരന്മാർ ഉൾപ്പെടുത്തിയിട്ടില്ല. എങ്കിലും കേരളത്തിൻ്റെ സാമൂഹ്യ അവബോധം നവോത്ഥാന പാരമ്പര്യത്തിൻ്റെ പിന്മുറക്കാരായിട്ട് കേരളീയ സമൂഹത്തിൽ ശാസ്ത്രബോധവും യുക്തിചിന്തയും പ്രചരിപ്പിക്കുന്നതിൽ വലിയ പങ്ക് കേരള യുക്തിവാദി സംഘത്തിനുണ്ട്. ഇവിടെയുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കൊക്കെ തന്നെ തറയൊരുക്കം നടത്തിയതിൽ കേരള യുക്തിവാദി സംഘത്തിൻ്റെ സാംസ്കാരിക ഇടപെടലുകൾ, അതുപോലെ തന്നെ കേരളത്തിലെ യുക്തിവാദികളുടെ ഇടപെടലുകൾ, ആദ്യഘട്ടത്തിലെ യുക്തിവാദികളുടെ ഇടപെടൽ മനുഷ്യനിലും അവൻ്റെ മാറ്റത്തിലും വിശ്വസിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കാനുള്ള ശ്രമത്തിൽ പ്രചോദനം നൽകിയിട്ടുണ്ട് എന്നുള്ളത് ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ്. ലോകത്തെ തത്വചിന്തയെപ്പറ്റി പറയുമ്പോൾ 98% തത്വചിന്തയും ലോകത്തെ വ്യാഖ്യാനിക്കുകയാണ് ചെയ്തത്. എങ്ങനെയാണ് മാറ്റിമറിക്കുക എന്ന് കേരളത്തിൽ നമുക്ക് കാണിച്ചു തന്നത് ശ്രീനാരായണ ഗുരുവാണ്. ഒരുപാട് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും നവോത്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം കൊണ്ടുവന്ന വിദ്യാഭ്യാസത്തിൻ്റെ മഹത്വവൽക്കരണം, അതോടൊപ്പം തന്നെ തൊഴിലിൻ്റെ മാന്യത, ഇതൊക്കെ ഉണ്ടാക്കിയതിൽ ശ്രീനാരായണ ഗുരു ഉഴുതുമറിച്ച മണ്ണാണ് നമുക്ക് പ്രകാശത്തിൻ്റെ ഉത്സവം സമ്മാനിച്ചത് എന്നുള്ളത് ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ്. ഞാൻ ആമുഖമായി പറഞ്ഞതുപോലെ ലോകത്തെ വ്യാഖ്യാനിക്കൽ നിന്ന് മാറ്റിമറിച്ചു എന്ന് പറയുമ്പോൾ, കാരണം ആത്മീയ ആചാര്യന്മാർ ഭൂരിഭാഗം വ്യാഖ്യാനിക്കുക മാത്രമേ ചെയ്തുള്ളൂ. ആ വ്യാഖ്യാനത്തിൽ നിന്ന് മാറി എങ്ങനെ മാറ്റിമറിക്കാമെന്ന് സമൂഹത്തെ പഠിപ്പിച്ചതിൽ ശ്രീനാരായണ ഗുരുവിന് പങ്കുണ്ട്. അദ്ദേഹത്തിന് ഒരു ആത്മീയ യുക്തിചിന്തകനും ഒരു മതേതരവാദിയായിട്ട് നമുക്ക് കാണാം. അതിനുശേഷം ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി, അതിനു മുന്നേ തന്നെ വൈകുണ്ഠസ്വാമികൾ, അതുപോലെ തന്നെ ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ആറാട്ടുപുഴ വേലായുധ പണിക്കരെ പറയുമ്പോൾ കേരളത്തിൽ നവോത്ഥാനത്തിൻ്റെ ആദ്യത്തെ രക്തസാക്ഷി വേലായുധ പണിക്കരാണ്. അതിനുശേഷം വന്ന വാഗ്ബടാനന്ദൻ, ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി, അങ്ങനെ ഒരുപാട് പേര് ആത്മീയ യുക്തിചിന്തകരാണ്. അവരൊക്കെ മതപരിഷ്കരണം ആണ് നടത്തിയിട്ടുള്ളത്. യൂറോപ്പിലൊക്കെ നടന്നതുപോലെ മതനിരാസത്തിൽ കൂടിയുള്ള ഒരു നവോത്ഥാന പ്രക്രിയയല്ല. ഇപ്പോഴ് പല ആളുകൾ സംസാരിക്കുന്നത് കേരളത്തിലെ യുക്തിവാദം ആരംഭിക്കുന്നത് 2011 അവർക്ക് അവരുടെ ശാസ്ത്രബോധ പ്രവർത്തനത്തിന് ചരിത്രവുമായി ബന്ധമില്ലാതെ കൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നത്. കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനം സഹോദര സംഘത്തിൻ്റെ ഭാഗമായിട്ടാണ് ഉയർന്നു വന്നത്. അത് 1917 അതിന് മുന്നേ തന്നെ ഞങ്ങളുടെ കണ്ണൂരിലെ പോത്തേരി കുഞ്ഞമ്പ് വക്കീൽ 1891 മുതൽ അദ്ദേഹം യുക്തിവാദ പ്രവർത്തകനായിരുന്നു. അന്നൊരു സംഘടനയൊന്നും ഉണ്ടായിട്ടില്ല. അദ്ദേഹമാണ് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ യുക്തിവാദത്തിൻ്റെ
തീജ്വാല കേരളീയ സമൂഹത്തിന് സംഭാവന ചെയ്തു. അദ്ദേഹത്തെയാണ് ആദ്യമായിട്ട് പുലിയൻ കുഞ്ഞമ്പു എന്ന് വിളിച്ചത്. ഈ പുലിയൻ കുഞ്ഞമ്പുവിനുള്ള പ്രത്യേകത, ആ കാലത്ത് അവശന്മാരും ആർത്തന്മാരുമായിരുന്ന മനുഷ്യർ നെല്ലിൻ ചുവട്ടിൽ മുളക്കുന്ന കാട്ടുപുല്ലുപോലെയായിരുന്നു. ആ കാട്ടുപുല്ലുപോലെയുള്ള മനുഷ്യരെ മനുഷ്യരാക്കാൻ ആദ്യം അദ്ദേഹം ഐക്യത്തിനായുള്ള സമരം ആരംഭിച്ചു. അതിൽ അദ്ദേഹം ഒരു വിദ്യാലയം സ്ഥാപിച്ചു. എല്ലാ ജാതി മതസ്ഥർക്കും അവിടെ പഠിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് മാറുമറക്കാൻ വേണ്ടിയിട്ട് വസ്ത്രം സൗജന്യമായിട്ട് കണ്ണൂരിലെ ഗ്രാമങ്ങളിൽ അദ്ദേഹം വിതരണം ചെയ്യും. അങ്ങനെ സ്കൂൾ തുറന്നപ്പോൾ സ്കൂളിൽ പഠിപ്പിക്കാൻ മാഷില്ല. ഇദ്ദേഹം പിറന്ന സമുദായത്തിൽ ഉള്ള മാസ്റ്റർമാർ പോലും തയ്യാറായില്ല. അവസാനം ഇദ്ദേഹത്തിൻ്റെ അനുജനാണ് പ്രഥമ അധ്യാപകനായത്. ഇന്ന് കണ്ണൂർ ജില്ലയിലെ പ്രമുഖമായ സ്കൂൾ ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂൾ ഇദ്ദേഹം സ്ഥാപിച്ചതാണ്. അദ്ദേഹം സ്ഥാപിച്ച സ്കൂളിൻ്റെ പേര് ചൊവ്വ ധർമ്മസമാജം സ്കൂൾ എന്നാണ്. ഇന്നും കണ്ണൂരിൽ നിന്ന് മട്ടന്നൂരേക്ക് പോകുമ്പോൾ നമ്മൾ മേലെ ചൊവ്വ എത്തിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഭവനം കാണാം. ഏകദേശം ഒരു 100 കിലോമീറ്റർ അകലെയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മക്കളെയോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം യുക്തിവാദിയാണെന്ന് പോലും അറിയുന്നില്ല. പിന്നെ അദ്ദേഹത്തിന് ചരിത്രത്തിലുള്ള ഒരു സ്ഥാനം, ആദ്യമായി ദളിതർക്ക് വേണ്ടിയിട്ട് സരസ്വതി വിജയം എന്ന് പറയുന്ന നോവൽ എഴുതിയത് അദ്ദേഹമാണ്. നോവലിൻ്റെ ഗുണഗണങ്ങളിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസമുണ്ടാകാം. ഒരു ദളിത് കഥാപാത്രത്തിനെ അനാവരണം ചെയ്യുന്ന മനോഹരമായ കൃതിയായിട്ടാണ് അത് BA മലയാളം ക്ലാസ്സിലൊക്കെ പാഠ്യ പദ്ധതിയിൽ വർഷങ്ങൾക്ക് മുമ്പേ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതത്തിൽ ഒരു യുക്തിവാദി സിദ്ധാന്തവും പ്രയോഗവും തമ്മിൽ എന്ത് ബന്ധമുണ്ടായിരിക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതരേഖയിൽ നമുക്ക് കാണാം. അദ്ദേഹം ശ്രീനാരായണ ഗുരുവിൻ്റെ വലിയൊരു സുഹൃത്തായിരുന്നു, ആരാധകനല്ല. ശ്രീനാരായണ ഗുരു 1916 കണ്ണൂരിൽ ഒരു ക്ഷേത്രത്തിന് പ്രതിഷ്ഠയിടാൻ വന്നപ്പോൾ ഇദ്ദേഹമാണ് ആതിഥേയത്വം നൽകിയത്. അങ്ങനെ ശ്രീനാരായണ ഗുരു അവിടെ പോയി ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം നമുക്ക് അവിടെ അമ്പലം വരെ പോകാൻ ചോദിച്ചു. അപ്പോൾ ശ്രീനാരായണ ഗുരുവോട് അദ്ദേഹം പറഞ്ഞു, നിങ്ങളോട് ഏറെ ബഹുമാനമുണ്ടെങ്കിലും വിഗ്രഹാരാധന ഒരു തട്ടിപ്പാണ്, അത് ഈശ്വരാന്വേഷണത്തിൻ്റെ ബാലപാഠമാണ്. ഞാൻ പറയുന്നത് ജീവിതത്തിൽ പകർന്നൊരാണ്. എനിക്ക് വിഗ്രഹാരാധനയിൽ വിശ്വാസമില്ല, ദൈവത്തിലും വിശ്വാസമില്ല, അതുകൊണ്ട് ഞാൻ വരില്ല. അത്ര ആ കാലത്ത് തന്നെ തൻ്റെ ഇടത്തോടു കൂടി പറയാനുള്ള ഉയർന്ന ചിന്തയും ഉറച്ച നട്ടെല്ലും കരുത്തുറ്റ കൈകളും സ്വായത്തമാക്കിയവരായിരുന്നു അന്നത്തെ യുക്തിവാദികൾ. അപ്പോൾ നമ്മൾ 100 കൊല്ലം പിന്നിട്ട് നോക്കുമ്പോൾ നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ എത്രമാത്രം ഈ ത്യാഗം സഹിക്കാൻ ഇതുകൊണ്ട് സാധിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഒന്ന് സ്വയം പരിശോധിക്കുന്നത് നല്ലതായിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എൻ്റെ സമയാധികരിക്കുന്നത് പറഞ്ഞോളാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, കേരളത്തിൽ ഇപ്പോൾ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വർണ്ണക്കുട പിടിച്ചിട്ട് തിരിച്ചു വരികയാണ്. അനുദിനമെന്നോണം അന്ധവിശ്വാസങ്ങൾ വളരുകയാണ്. ഉപഭോഗ സംസ്കാരം സൃഷ്ടിച്ച ആകുലതകളും ദൈനംദിന ജീവിതത്തിലെ പിരിമുറുക്കങ്ങളും നമ്മളെ ഉത്കണ്ഠാകുലരാക്കിയിട്ട് പല വിശ്വാസത്തിൻ്റെയും അടിമകളാക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അടിമകളെ മോചിപ്പിക്കുക എന്നുള്ള ചരിത്രപരമായ കടമയാണ് യുക്തിവാദികൾക്കുള്ളത്. വിശ്വാസികളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തലല്ല യുക്തിവാദം. നേരെ മറിച്ച് അവരുടെ ചിന്തയിൽ ആഗ്രഹങ്ങളുടെ തിരികൊളുത്താനും ആശയബോധവൽക്കരണത്തിനുമാണ് നാം ശ്രമിക്കേണ്ടത്. വിശ്വാസികൾ സഹകാരികളാണെന്ന് നാം ഓർക്കുന്നത് നല്ലത്. നമ്മുടെ സമൂഹത്തിൽ ഏറുന്നു വീണ്ടും നമ്മൾ ഒഴിച്ച പിശാചുക്കൾ കാവിയിൽ കറുപ്പിൽ ആത്മാക്കൾക്ക് വിലപേശിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ സന്ദർഭത്തിൽ യുക്തിവാദി പ്രസ്ഥാന ചരിത്രപരമായ കടമയിലെ നാഴികക്കല്ലുകളുടെ വിഷയാവതാരകൻ അവതരിപ്പിക്കും. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പ്രിയ സുഹൃത്തുക്കളെ കടക്കുന്നില്ല.
ലോകമെമ്പാടും ഛേദിക്കപ്പെടുന്ന ശിരസ് യുക്തിയുടേതാണ്. മതമില്ലാതെ ജീവൻ വലിയ പ്രശ്നമായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുകയാണ്. കാരണം ഇന്ന് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ചെറുതും വലുതുമായിട്ടുള്ള മതത്തിൻ്റെ ജീവിത സംസ്കാരത്തെയും അതോടൊപ്പം തന്നെ ഈ സംഘടിത മതത്തിൻ്റെ വോട്ട് ബാങ്കിനെയും ആശ്രയിച്ചിട്ട് മനുഷ്യനെ അവരുടെ പക്ഷത്തേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പരിശ്രമിക്കുകയാണ്. ഇതൊക്കെ പറയുമ്പോഴും നമുക്കൊക്കെ തന്നെ ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്ന ഇടതുപക്ഷം പോലും ഇടതുപക്ഷം അവരുടെ കവചകുണ്ടലങ്ങൾ ദാനം ചെയ്ത് വലതുപക്ഷത്തിൻ്റെ ചിഹ്നങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ നടക്കുകയാണ്. ഈ കേരളീയ നവോത്ഥാനത്തെ പറ്റി പറയുമ്പോഴും പലപ്പോഴും സ്ത്രീകൾ അതിൻ്റെ നായകത്തിലുണ്ടായിരുന്നു എന്ന് പലയാളും മനസ്സിലാക്കില്ല. കേരളത്തിൻ്റെ നവോത്ഥാനം ശരിക്കു പറഞ്ഞാൽ ഈ മറ്റ് രാജ്യങ്ങളുണ്ടായപ്പോൾ നവോത്ഥാനമല്ല, എങ്കിലും അതിൻ്റെ മുന്നണി പോരാളിയായിട്ട് സഹോദരിമാരുണ്ടായിരുന്നു. കാരണം ഈ നവോത്ഥാനത്തിൻ്റെ ചരിത്രം കേരളത്തിൽ പരിശോധിച്ച് നോക്കിയാൽ ആദ്യമായിട്ട് നവോത്ഥാനത്തിൻ്റെ അങ്കുരം കാണുക മറക്കൽ സമരം ആണ്. അപ്പോൾ അതിനൊക്കെ നായകത്വം വഹിച്ചതാരാണ്? സ്ത്രീകളാണ്. അപ്പോൾ കേരളത്തിലെ നവോത്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ സ്ത്രീയുടെ അധ്വാനമുണ്ട്, വിയർപ്പുണ്ട്, ചോരയുണ്ട്, കണ്ണീരുണ്ട്, സമര പോരാട്ടമുണ്ട്. അങ്ങനെയുള്ള സ്ത്രീകളെ ഒരു 5 വർഷം മുമ്പേ കേരളീയ സമൂഹത്തിൽ നടന്ന് നമ്മൾ കാണും. കാരണം അവരുടെ ആർത്തവം അശുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് 1,00,000-ഓളം സ്ത്രീകൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഞങ്ങളെ ആർത്തവം അശുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് ജാഥ നടത്തി. അപ്പോൾ എവിടെ എത്തുന്നു? കാരണം മതഗ്രന്ഥങ്ങളിൽ പലതും പാപയോനികളിൽ ജനിച്ചവരാണ് ഈ സ്ത്രീകളും. അതുപോലെ തന്നെ നമ്മുടെ താഴ്ന്ന ജാതിയിൽ പിറന്നവരുമെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഏകദേശം സമയമായി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് സാംസ്കാരിക പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു സാംസ്കാരിക ബോധം ഊട്ടിയുറപ്പിക്കലും ചരിത്രബോധം ഊട്ടിയുറപ്പിക്കലുമാണ്. അത് വലിയൊരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമാകണമെന്നില്ല ഒരു രാഷ്ട്രീയക്കാരനാകാൻ. സാംസ്കാരിക പ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനമാണ്. ഇരുട്ടിൻ്റെ ശക്തികൾക്കെതിരായി വെളിച്ചത്തിൻ്റെ ദിശയിൽ സഞ്ചരിക്കുന്ന നമ്മൾ ഈ കള്ളിക്കളികളായി നിൽക്കുന്നതിന് പകരം ഒരു സാംസ്കാരിക ഐക്യമുന്നണി അനിവാര്യമാണ്. ഇരുട്ടിൻ്റെ ശക്തികൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ നമ്മളെന്തു വേണം? നമ്മൾ മുന്നണിയിൽ നിന്നുകൊണ്ട് അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരായിട്ടുള്ള സമരം നമ്മൾ ഭംഗിയായി നടത്തണം. നമ്മുടെ മുദ്രാവാക്യം മുമ്പത്തെ പോലെ തന്നെ ഇപ്പോഴും ഉരിപ്പുഴ ശ്രീകുമാർ പറഞ്ഞതുപോലെ ഇല്ല ദൈവം ദേവശാപങ്ങൾ മിഥ്യകൾ, ഇല്ലില്ല ജാതി മതങ്ങൾ. അതുകൊണ്ട് ജാതി മതങ്ങൾക്കെതിരായിട്ട് വലിയ പ്രവർത്തനം നടത്തണം. ഇത് പറയുമ്പോഴും നമ്മളെ ഇന്ത്യൻ സമൂഹത്തിൻ്റെ വർത്തമാന സാഹചര്യത്തിൽ ഇന്ത്യ ഒരു സാംസ്കാരികമായി തടാകമാണെങ്കിൽ ആ തടാകത്തിലെ ചേറാണ് ഈ BJP എന്ന് പറയുന്ന പ്രസ്ഥാനം. അത് RSS എന്ന് പറയുന്ന ചളിയിൽ വളർന്നു വന്ന ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ അതിനെതിരായിട്ട് നമ്മളൊക്കെ തന്നെ ഒഴുക്കിനെതിരെ നീന്തുന്ന ഒരു മീനിനെ പോലെ നമ്മുടെ സംഘടനാ പ്രവർത്തനം ഊഷ്മളമാക്കണം. അതുപോലെ തന്നെ ഉണർവിൻ്റെ ബാധ്യതയായിട്ട് നാം കരുതണമെന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യനിലും മോചനത്തിലും വിശ്വസിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കാനുള്ള സമരത്തിൽ നമ്മളുടെ സംഘബോധം വസന്തകാലത്തിലെ പൂമ്പാറ്റയല്ല, നമ്മുടെ കൊടുങ്കാറ്റിലും നമ്മളെ പിടിച്ചു നിർത്തുന്ന മരത്തിനെ പിടിച്ചു നിർത്തുന്നത് മണ്ണാണ്. ആ മണ്ണിനോടുള്ള ബഹുമാനവും സ്നേഹവുമാണ് ഏത് സംഘടനാ പ്രവർത്തനത്തിൻ്റെയും ബാലപാഠം എന്ന് നിങ്ങളോട് പറഞ്ഞുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ
നിങ്ങളിൽ വിശ്വങ്ങളെ ജയിക്കാൻ മതിയായ മംഗല മഹാശക്തി ഉറങ്ങിക്കിടക്കുന്നു. ഉണർന്നു സജ്ജരായി മുന്നോട്ട് പാഞ്ഞിടുവിൻ. തകർപ്പണമാകട്ടെ തടസ്സങ്ങളെന്ന് സഹോദരൻ്റെ അയ്യപ്പൻ്റെ വരികൾ നിങ്ങളെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് പാബ്ലോ നെരൂദയുടെ ഒരു വാക്കുകൂടി ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. പാവപ്പെട്ടവനും സുഖത്തിനും മധ്യേ ഒരു മറ, ദൈവവും മതവും മഠാധിപതികളും ഭരണകൂടവും ചേർന്ന മുന്നണിയാണ്. ആ മറയെ തുറന്നു കാണിക്കുക എന്നുള്ള ചരിത്രപരമായ കടമയാണ് കേരള യുക്തിവാദി സംഘത്തിനുള്ളതിൽ. അതിൽ നിങ്ങളെല്ലാവരും സഹകരിച്ച് നിങ്ങളുടെ പ്രവർത്തനം ഉണർവും ഉന്മേഷത്തോടും കൂടി ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ആമുഖ പ്രസംഗം അവസാനിപ്പിക്കുന്നു. സ്നേഹപൂർവ്വം വിഷയം അവതരിപ്പിക്കാൻ കേരള യുക്തിവാദി സംഘം സംസ്ഥാന പ്രസിഡന്റ് ഇരിങ്ങൽ കൃഷ്ണൻ മാസ്റ്ററെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലെയും സദസ്സിലെയും സമാരാധ്യരെ, പ്രിയങ്കരെ, ഇത്തിരി ഭയപ്പാടോടുകൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. അതിന് കാരണം നമ്മളെക്കാൾ കുറേ പ്രായം കുറഞ്ഞ കുറച്ചുപേർ ഇതിലുണ്ട് എന്നുള്ളതാണ്. ഈയിടെയായിട്ട് ജെൻസി എന്ന പദപ്രയോഗവും തലമുറകളുടെ വിഭജനവും ഉണ്ടായത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും അത് മനസ്സിലാക്കേണ്ടതാണ്. ജനനവർഷത്തെ ആധാരമാക്കിക്കൊണ്ട് 1901 മുതൽ 2026 വരെ ഉള്ള കാലഘട്ടത്തെ മഹത്തായ തലമുറ എന്നും നിശബ്ദ തലമുറയെന്നും ബേബി ബൂമേഴ്സ് എന്നും ജനറേഷൻ എക്സ് എന്നും മില്ലേനിയലുകൾ എന്നും ജനറേഷൻ സി എന്നും ജനറേഷൻ ആൽഫ എന്നും വിഭജിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിൽ വ്യത്യസ്ത പ്രായം ഉള്ള ആളുകൾ ഇരിക്കുമ്പോൾ രുചിയും അരുചിയും തോന്നാവുന്ന ഒരു വിഷയം, യുക്തിവാദം ഒരു വിഷയമായിട്ട് നമ്മളിപ്പോൾ കാണേണ്ടതില്ല. ആ വിഷയത്തെ അതിൻ്റെ ഏതാണ്ട് കാതലായ വശങ്ങളെക്കുറിച്ച് നമ്മുടെ മുൻ പ്രസിഡൻറ്റും അതേപോലെ തന്നെ സംഘടനയുടെ ഒരുപാട് കാലത്തെ ചിന്തകനും പ്രയോക്താവുമായിരിക്കുന്ന ഗംഗൻ അഴീക്കോട് നിങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന തലമുറയിൽ അധിക പേരും ബേബി ബൂമേഴ്സ് അതിൽപ്പെട്ട അംഗങ്ങളാണ്. കാരണം 1946-നും 1964-നും മധ്യേ ജനിച്ച ഏറ്റവും കൂടുതൽ അംഗങ്ങൾ ഉള്ളത് ആ വിഭാഗത്തിലാണ്. പിന്നീട് വരുന്നത് 1981-നും 96-നും ഇടയിൽ ജനിച്ച മില്ലേനിയലുകളും പിന്നെ 1997 മുതൽ 2012 വരെ ജനിച്ച ജനറേഷൻ സിയുമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അതിനുശേഷമുള്ള ആളുകളെ ജനറേഷൻ ആൽഫ എന്ന് പറയുന്ന, അല്ലെങ്കിൽ 2013-ന് ശേഷം 2026 വരെയുള്ള കാലഘട്ടത്തിൽ ജനിച്ചവർ കുറവാണ്. ഞാൻ ഇത് ആദ്യമേ പറഞ്ഞത്, ഭയമാണ് എന്ന് പറഞ്ഞത്, ഈ 3 തലമുറയിൽപ്പെട്ട ആളുകളുമായിട്ടാണ് ഇപ്പോൾ എന്തെങ്കിലും കുറച്ച് സംസാരിക്കേണ്ടത്. 2:25-നാണ് ഞാൻ ഇത് ഏറ്റെടുക്കുന്നത്. 40 മിനിറ്റാണ് എനിക്ക് ഉള്ളത്. അതിനിടയിൽ എങ്ങനെയാണ് ഈ വിഷയം സമർത്ഥിക്കേണ്ടത് എന്ന്, അല്ലെങ്കിൽ അവതരിപ്പിക്കേണ്ടത് എന്ന് എനിക്ക് ഇത്തിരി ഭയമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. സംഘത്തിൻ്റെ എളിയ പ്രവർത്തകനായി ഞാൻ പ്രവർത്തിച്ചു വരുന്നു. അങ്ങനെ ഏതാണ്ട് 52 കൊല്ലമാവുമ്പോഴേക്കും ഈ ഒരു സ്ഥാനത്ത് നിങ്ങൾ പിടിച്ചിരുത്തിയ ഒരു പ്രസിഡൻ്റ് എന്ന നിലയിൽ
എന്തെങ്കിലും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് പാകപ്പിഴ വരുമോ എന്നുള്ള ഒരു പേടിയുമില്ലാതില്ല. എങ്കിലും യുക്തിവാദികൾ എന്ന് പൊതുവെ പറയുന്നത് മനുഷ്യൻ്റെ സാമൂഹിക പ്രശ്നങ്ങളെ സമഭാവനയിലൂടെ ദർശിച്ച് ശാസ്ത്രീയമായും സയുക്തികമായും സാർവലൗകികമായും നിർദ്ധാരണം ചെയ്ത് സമുന്നതമായ ജീവിതാദർശങ്ങളിലേക്ക് നമ്മുടെ ജനതയെ കൂട്ടിക്കൊണ്ടുപോകുക എന്നുള്ള ഒരു താത്വികമായ വശമാണ് കേരള യുക്തിവാദി സംഘം ഇപ്പോൾ വെച്ചു പുലർത്തുന്നത്. അതിൻ്റെ രേഖാപരമായ കാര്യങ്ങളിലും യുക്തിദർശനം പോലെയുള്ള നമ്മുടെ പുസ്തകങ്ങളിലും നമ്മൾ ഈ കാലം അത്രയുമായി പരിചയിച്ച ഒട്ടനവധി മാസികകളിലും ഗ്രന്ഥങ്ങളിലും ഇത് സൂചിപ്പിച്ചിട്ടുണ്ട്. സംഘടനയുടെ മൂല്യബോധവും അവയ്ക്ക് അനുഗുണമായിരിക്കണമെന്നും അത് അനിവാര്യമായും സംഘത്തിൻ്റെ ജോലിയാണ് എന്നും നമ്മൾ കാണേണ്ടതുണ്ട്. കാരണം അതുകൊണ്ട് ഈ സമുചിതമായ അവസ്ഥയ്ക്ക് കാരണമാകേണ്ടത് ഇന്ത്യൻ ഭരണഘടനയാണ് എന്നും ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങൾ നമ്മളുടെ സംഘത്തിൻ്റെ മുഖമുദ്രയായി നാം കാണുന്നു. അതിൽ മാനവികതയും ശാസ്ത്രീയ ബോധവും അന്വേഷണത്വരയും പരിഷ്കരണ ബോധവും നിറച്ച ഒരു അവസ്ഥയിലേക്ക്, ആ ഒരു ചിന്തയിലേക്ക് നമ്മളുടെ സംഘടന എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് ധൈര്യമായിട്ട് നമുക്ക് വിശ്വസിക്കാവുന്നതാണ്. എനിക്ക് ചരിത്രത്തിൻ്റെ അംശവും അതേപോലെ തന്നെ മൂല്യബോധവും ഒക്കെ കലർത്തി വേണം സംസാരിക്കുവാൻ. ചരിത്രത്തിൻ്റെ അംശത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരു നൂറ്റാണ്ടിന് മുമ്പ് സഹോദരൻ അയ്യപ്പൻ നടത്തിയ സംഘർഷഭരിതമായ അല്ലെങ്കിൽ സ്ഫോടനാത്മകമായ ഒരു സാമൂഹ്യ വിപ്ലവത്തിന് നമ്മൾ ആദ്യമേ അടയാളം കുറിക്കേണ്ടതുണ്ട്. 1917 മെയ് മാസം 29-ാം തീയതി തൻ്റെ വാസസ്ഥലമായ ചെറായിയിലെ തുണ്ടിപ്പറമ്പിൽ സഹോദരൻ അയ്യപ്പൻ നിർവഹിച്ച അല്ലെങ്കിൽ ധൈര്യപ്പെട്ട ഒരു സാമൂഹിക വിപ്ലവമായിരുന്നു സമത്വ ഭോജനം അല്ലെങ്കിൽ മിശ്രഭോജനം അല്ലെങ്കിൽ സ്നേഹഭോജനം എന്ന് പറയുന്ന പ്രക്രിയ. ഒരുപക്ഷെ യുക്തിവാദി സംഘത്തിൻ്റെ ചരിത്രം തുടങ്ങുന്നത് അവിടെ വെച്ചാണ്. അതുവരെ ഉള്ള കാലഘട്ടത്തിൽ തൊട്ടുകൂടാത്തവനും തീണ്ടിക്കൂടാത്തവനും ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവരുമായ ഒരു ജനത ഉണ്ടായിട്ട് ആ ജനതയെ നിഷ്കരുണം അടിമകളെപ്പോലെ കാണാനും ചവിട്ടിത്താഴ്ത്താനും അവർക്ക് പൊതു സമൂഹത്തിലോ പൊതു ധാരയിലോ വരാൻ കഴിയാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ യുക്തിവാദികൾ മനസ്സിലാക്കുന്നത് സഹോദരൻ അയ്യപ്പൻ്റെ സ്ഫോടനാത്മകമായ വിപ്ലവാത്മകമായ ഈ പ്രക്രിയയിലൂടെയാണ്. അതിനു മുമ്പ് ഇപ്പോൾ തൊട്ടു മുമ്പ് പറഞ്ഞു ശ്രീനാരായണ ഗുരു, അതിനു മുമ്പ് ആളുകളുണ്ട്. ആ ആളുകളൊക്കെ തന്നെ ആത്മീയ ആചാര്യന്മാരായി തത്വചിന്തയെ അവർ വ്യാഖ്യാനിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നും മുൻ പ്രസംഗകൻ പറഞ്ഞു. എന്നാൽ ശ്രീനാരായണ ഗുരു മുന്നോട്ട് വെച്ച ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന ആ മുദ്രാവാക്യത്തെ ശിഷ്യനായിരിക്കുന്ന സഹോദരൻ അയ്യപ്പൻ ഭംഗ്യന്തരേണ പറഞ്ഞു, ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന്. വേണം ധർമ്മം, വേണം ധർമ്മം, വേണം ധർമ്മം മനുഷ്യനെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. പക്ഷേ
അന്നേ വരെ 1917 മെയ് 29 വരെ അത്രയും കർക്കശമായി അല്ലെങ്കിൽ ധൈര്യമായി ഇത് ആരും തന്നെ ഇങ്ങനെ സമൂഹത്തെ അല്ലെങ്കിൽ പൊതുസമൂഹത്തിലെ തീണ്ടിക്കൂടാത്തവരെ, ദലിതരെ അതുവരെ വ്യാഖ്യാനിച്ചിട്ടില്ല. അങ്ങനെ അതുകൊണ്ട് ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യന് എന്ന് പറയുന്ന ആ സ്ഫോടനാത്മകമായ വിപ്ലവമാണ് യഥാർത്ഥത്തിൽ കേരള യുക്തിവാദി സംഘത്തിന് ബീജാപാപം ചെയ്തത് എന്ന് ഇതിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാവുന്നതാണ്. അന്ന് അദ്ദേഹം തൻ്റേതുപോലെ ചിന്തിക്കുന്ന കുറേ പേരെ കൂട്ടിയിരുന്നു തുണ്ടിപ്പറമ്പിൽ. അവരോടൊക്കെ ഈ ആശയം അദ്ദേഹം പറഞ്ഞിരുന്നു. മനുഷ്യനുമായിട്ട് തീണ്ടലുണ്ടാകുന്നത് ശരിയല്ല എന്നും സമത്വത്തിൻ്റെ പാത നമുക്ക് വെട്ടിത്തുറക്കണമെന്നും തൻ്റെ സുഹൃത്തുക്കളോടും അനുയായികളോടും തന്നെ അംഗീകരിക്കുന്നവരോടും ഒക്കെ പറഞ്ഞിരുന്നുവെങ്കിലും അവരെല്ലാം തന്നെ പിന്മടങ്ങുകയാണ് ചെയ്തത്. അവർക്ക് ധൈര്യമില്ല. അങ്ങനെ ആ സമയത്തുണ്ടാകുന്ന അല്ലെങ്കിൽ ഇത് പ്രഖ്യാപിച്ചാലുണ്ടാകുന്ന പ്രശ്നത്തെ നേരിടുവാൻ അവർക്കാർക്കും ധൈര്യമുണ്ടായിരുന്നില്ല. എന്തായിരുന്നു ആ വിപ്ലവം? തുണ്ടിപ്പറമ്പിൽ 2 പുലയ ചെറുക്കന്മാരെയും കുറച്ച് സഹപ്രവർത്തകരെയും കൂട്ടി കടലയും കപ്പയും കൂടി വേവിച്ചെടുത്ത് അത് ഭക്ഷണമാക്കി ആ ഭക്ഷണം ഒന്നിച്ചു വിളമ്പി ഒന്നിച്ചു കഴിച്ച ആ ഒരു അവസ്ഥയെ ഇന്ന് നമ്മൾക്ക് ഒരുപക്ഷെ ഈ നൂറ്റാണ്ടിൽ നമ്മൾ ജീവിക്കുന്ന നമുക്ക് അത് ഇത്ര വലിയ കാര്യമാണോ എന്നായിരിക്കും നമുക്ക് പറയാനുണ്ടാവുക. പക്ഷേ അന്ന് അത് ചെയ്തിരുന്നത് കൊണ്ടാണ് ഒരുപക്ഷെ കേരള യുക്തിവാദി സംഘം തന്നെ പിറന്നത്. ജാതി വ്യത്യാസം ശാസ്ത്രവിരുദ്ധവും ദോഷവുമാണെന്നും അതിനെ എതിർക്കേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം തൻ്റേതായ രീതിയിൽ അതിനെ ഇങ്ങനെ വ്യാഖ്യാനിച്ചു: മനുഷ്യരെല്ലാം ജന്മന സമന്മാരാണ്. 2, എല്ലാ സമുദായക്കാരും സമന്മാരാണ്. 3, ജീവിക്കാനും വളരാനും ക്ഷേമൈശ്വര്യങ്ങൾ നേടാനുമുള്ള അവകാശം എല്ലാ സമുദായങ്ങൾക്കുമുണ്ട്. 4, ഇതിന് എതിരായതെല്ലാം അസത്യവും അധർമ്മവും അനീതിയുമാണ്. തൻ്റെ ചിന്തകളെ അദ്ദേഹം സമാഹരിച്ചത് ഇങ്ങനെയാണ്: 1, മനുഷ്യാവകാശങ്ങളെ അവഗണിക്കുന്നത് എന്തും അധർമ്മമാണ്. 2, ഏതു മാറ്റത്തിൻ്റെ സ്വഭാവം മൗലികമായിരിക്കണം. 3, അധികാരം ജനങ്ങൾക്കില്ല എങ്കിൽ അവർ എന്നും അവശർ തന്നെയായിരിക്കും. 4, ജാതിചിന്തയും അനുഷ്ഠാനങ്ങളും പോകാതെ ദേശീയത എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടാവുകയില്ല. 5, ജാതി വ്യവസ്ഥയുടെ തിരോധാനം മനുഷ്യത്വത്തിൻ്റെ വികസനവും മുന്നുപാധിയുമാണ്. 6, ഇക്കാരണങ്ങളാൽ മനുഷ്യ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന എല്ലാറ്റിനെയും നാം തുടച്ചു നീക്കണം. ഈ ഒരു ആഹ്വാനം കേരളീയ സമൂഹത്തിൽ സഹോദരൻ അയ്യപ്പന് മുമ്പേ ആരും തന്നെ വെച്ചിട്ടില്ല. ഇത്ര തൻ്റെ ഇടത്തോടു കൂടി ആരും വെച്ചിട്ടില്ല. മേലാളന്മാരും കീഴാളന്മാരും എന്ന രീതി വെച്ച് പുലർത്തുകയും മേലാളന്മാർക്ക് കീഴാളന്മാരെ എന്തും ചെയ്യാമെന്ന് ഒരു തിട്ടൂരം, അതായത് അലിഖിതമായ ഒരു നിയമം അന്നുണ്ടായിരുന്നു. ആ നിയമത്തിന് ചോദ്യം ചെയ്യുന്ന ആദ്യത്തെ ധീരനായ സാമൂഹ്യ പരിഷ്കർത്താവാണ് സഹോദരൻ അയ്യപ്പൻ. അതുകൊണ്ടാണ് കേരള യുക്തിവാദി സംഘത്തിൻ്റെ ചരിത്രത്തിൽ സഹോദരൻ അയ്യപ്പൻ അടയാളപ്പെട്ടിരിക്കുന്നത്. നമ്മൾ എതിർനീച്ചലായിരിക്കുന്ന മത്സ്യങ്ങളാണ് എന്നും ഈ സമൂഹം എന്തൊക്കെ ദുഷ്ടതകൾ വെച്ച് പുലർത്തുമോ അതിനൊക്കെ ചോദ്യം ചെയ്യുന്നവരാകണമെന്നും നീതിയില്ലാത്ത എല്ലാറ്റിനെയും നമ്മൾ അതിൻ്റേതായ ശക്തിയിൽ തന്നെ തിരിച്ചടിക്കണമെന്നും നമുക്കൊക്കെ
വെളിച്ചം തന്നത്, നമുക്കൊക്കെ നാവ് തന്നത്, നമുക്കൊക്കെ ചിന്ത തന്നത് ഈ സഹോദരൻ അയ്യപ്പനാണ്. പക്ഷേ അന്നേ വരെ നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നത് മേലാളന്മാരിൽ ബ്രാഹ്മണന്മാർ എന്ന് വിശേഷിപ്പിക്കുന്ന ആളുകൾ, അന്ന് അവർ എങ്ങനെയാണ് സാധാരണ മനുഷ്യരെ അടിമകളാക്കിയത്, ആ അടിമകൾ ആക്കുവാനുള്ള ഒരു പ്രധാനപ്പെട്ട ശ്ലോകം അവർ എല്ലായിടത്തും വേണ്ടിയിട്ടും വേണ്ടാതെയും പറയുമായിരുന്നു. അതെന്താണ്? ഇന്ന് പോലും, ഈ കാലത്ത് പോലും അതിനെ അനുസരിക്കുന്ന എത്രയോ പേരുണ്ട്. ദൈവാധീനം ജഗത് സർവം മന്ത്രാധീനം തു ദൈവതം തന്മന്ത്രം ബ്രാഹ്മണാധീനം ബ്രാഹ്മണോ മമദൈവതം എന്ന ആ മന്ത്രം ബ്രാഹ്മണിസത്തിൻ്റെ ഏറ്റവും വിപൽക്കരമായ മന്ത്രം, അത് സ്വീകരിച്ച ഒരു ജനതയായിരുന്നു അന്ന് മൊത്തത്തിലുണ്ടായിരുന്നത്. കാരണം എല്ലാവരും ഈശ്വര വിശ്വാസികളാണ്. ആ ഈശ്വര വിശ്വാസികളായതുകൊണ്ട് ആ ഈശ്വര വിശ്വാസത്തെ കൈയാളുന്നത് ബ്രാഹ്മണരായതുകൊണ്ട്, ബ്രാഹ്മണർക്ക് മാത്രമേ ആ മന്ത്രം അറിയാവൂ എന്നുള്ളത് കൊണ്ട് അവർക്ക് കീഴടങ്ങി ജീവിക്കുവാനുള്ള ഒരു ത്വര അന്നത്തെ എല്ലാ മനുഷ്യരും, ബ്രാഹ്മണൻ ഉൾപ്പെടെയുള്ള എല്ലാ ആളുകൾക്കും, അതിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന എല്ലാ ആളുകൾക്കും ഉണ്ടായിരുന്നു. അതിനെയാണ് സഹോദരൻ അയ്യപ്പൻ തച്ചുടച്ച് തൻ്റെ സമത്വ ഭോജനത്തിൻ്റെ വിപ്ലവത്തിന് തിരികൊളുത്തിയത്. ആ കാലഘട്ടത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. അങ്ങ് ലോകത്ത് സോവിയറ്റ് യൂണിയനിൽ ഒക്ടോബർ വിപ്ലവം നടക്കുന്ന കാലമാണ്. അവിടെയും സമത്വത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് നടന്നത്. ആ പോരാട്ടം കേരളത്തിലേക്ക് കൂടി അറിഞ്ഞോ അറിയാതെയോ വ്യാപിച്ചു. ആ വ്യാപനത്തിൻ്റെ ഫലമാണ് യഥാർത്ഥത്തിൽ അയ്യപ്പൻ എന്ന് പറയുന്ന ആ സാമൂഹ്യ പരിഷ്കർത്താവ് ചെയ്തത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ 1917 മെയ് 29 എന്ന് പറയുന്ന ഒരു ദിവസം ഏറ്റവും പ്രഖ്യാതമാണ്. അത് കേരള യുക്തിവാദി സംഘത്തിൻ്റെ ചരിത്രത്തിലെ നിർണായകമായ ദിവസവുമാണ്. പിന്നീട് ഇന്ത്യയിൽ ഉണ്ടാകുന്ന ഒരു വിപ്ലവത്തിൻ്റെ കഷണം 1929 ഡിസംബറിൽ ബോംബെയിലെ ദി ആൻറ്റി പ്രീസ്റ്റ് ക്രാഫ്റ്റ് അസോസിയേഷൻ എന്ന് പറയുന്ന പൗരോഹിത്യ വിരുദ്ധ സംഘടന രൂപം കൊണ്ടതാണ്. ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഈ പ്രസ്ഥാനം ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന് പറഞ്ഞ ആ കാലഘട്ടത്തെ സ്വാംശീകരിച്ചുകൊണ്ടാണ് 1929 പൗരോഹിത്യ വിരുദ്ധ സംഘടന ഭാരതത്തിലുണ്ടാകുന്നത്. അതിനും കാരണം ശ്രീനാരായണൻ്റെ വാക്യങ്ങളും നമ്മുടെ സഹോദരൻ അയ്യപ്പൻ്റെ വാക്യങ്ങളുമാണ്. അതിൻ്റെ 1929 എന്ന് പറയുന്ന ഒരു വിഷയം അല്ലെങ്കിൽ വർഷം മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ കേരളീയ സമൂഹത്തെയും ഇന്ത്യൻ സമൂഹത്തെയും ഒന്ന് വിലയിരുത്തി കഴിഞ്ഞാൽ, പാശ്ചാത്യരുടെ പ്രത്യേകിച്ച് ബ്രിട്ടീഷുകാരുടെ നായാട്ടായിരുന്നു ഇന്ത്യ മുഴുവനും ഉണ്ടായിരുന്നത്. ആ ബ്രിട്ടീഷുകാർ ഇന്ത്യൻ ജനതയെ നന്നാക്കുന്ന അവസരത്തിൽ അവർക്ക് അവരുടെ കച്ചവടത്തിന് അനുയോജ്യമായ പ്രജകളെ സൃഷ്ടിക്കുന്ന അവസരത്തിൽ കേരളത്തിലും അതിൻ്റെ അനുരണങ്ങൾ ഉണ്ടായി. ഇവിടെ തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരുമെന്ന് വിവക്ഷിച്ച ജനതയെ മതപരിവർത്തനത്തിനും തങ്ങളുടെ സങ്കേതങ്ങളിലേക്ക് കൊണ്ടുവരുവാനും അവർക്ക് ഉപയുക്തമാകുന്ന പ്രജകളാക്കി മാറ്റുവാനും ബ്രിട്ടീഷുകാർ ശ്രമിച്ചു. ക്രിസ്ത്യൻ മിഷനറിമാർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഈ കർത്തവ്യം ഏറ്റെടുക്കുകയും അതിൽ അവരുടേതായ പങ്ക് അവർ നിർവഹിക്കുകയും ചെയ്തു. വിദ്യാഭ്യാസം ലഭിക്കേണ്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നത് അങ്ങനെയാണ്. അവിടെ വെച്ച് സാമൂഹിക പരിഷ്കരണത്തിൻ്റെ ബാലപാഠങ്ങൾ നമ്മുടെ മതാചാര്യന്മാരും അല്ലെങ്കിൽ നമ്മളുടെ
ശ്രീനാരായണനെ പോലെയുള്ള അല്ലെങ്കിൽ സഹോദരൻ അയ്യപ്പനെ പോലെയുള്ള വൈകുണ്ഠസ്വാമികളെ പോലെയുള്ള അനേകർ മനസ്സിലാക്കുകയും അതിനെ എങ്ങനെയാണ് തങ്ങൾ സ്വാഭാവികമായിട്ടും സാധാരണ ജനങ്ങളുടെ സാധാരണ പ്രജകളുടെ ഇടയിലേക്ക് കൊണ്ടുവരേണ്ടത് എന്ന് ചിന്തിക്കുകയുണ്ടായി. സാമൂഹ്യ പരിഷ്കരണം അയിത്തോച്ചാടനത്തിലൂടെ മാത്രമേ കഴിയുകയുള്ളൂ എന്നും ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കൈവഴികൾ വളരേണ്ടത് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യുന്ന ഇന്ത്യക്കാർക്ക് ഒപ്പമായിരിക്കണമെങ്കിൽ ഈ സംഗതി കൂടി നമുക്ക് ലഭിക്കേണ്ടതുണ്ട് എന്നും ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കൈവഴികളിൽ ഈ കാതലായ പ്രശ്നങ്ങൾ കടന്നു വരികയും ചെയ്തു. അങ്ങനെ കടന്നു വന്ന ഒരു പ്രശ്നമാണ് ക്ഷേത്രപ്രവേശനം. നമ്മൾ നേരത്തെ കണ്ടു ദൈവാധീനം ജഗത് സർവം എന്ന് പറയുന്ന ബ്രാഹ്മണൻ്റെ അഹങ്കാരജന്യമായിരിക്കുന്ന ആ മന്ത്രത്തെ കവച്ചു വെക്കണമെങ്കിൽ ഇത് ക്ഷേത്രപ്രവേശനത്തിലൂടെ തങ്ങളുടെ ദൈവത്തെ കാണുവാനുള്ള ഒരു സൗകര്യമുണ്ടായിരിക്കണമെന്ന് ഈ കേരളീയ അധസ്ഥിതർ അല്ലെങ്കിൽ കേരളീയ ഏറ്റവും താഴ്ന്നുകിടയിലുള്ള ആളുകൾ മനസ്സിലാക്കുകയും അങ്ങനെ ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടിയും പൊതുവഴിയിലൂടെ നടക്കേണ്ടുന്ന ആവശ്യത്തിന് വേണ്ടിയും അവർ ഒറ്റയായും തെറ്റയായും പോരാടി വന്നു. അപ്പോഴാണ് സഹോദരൻ അയ്യപ്പൻ്റെ ആഹ്വാനത്തിന് ഒരു തുടർച്ചയായി അതല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ അയ്യങ്കാളി എന്ന് പറയുന്ന മഹാത്മാവ് അയ്യങ്കാളി കടന്നു വരുന്നത്. അദ്ദേഹം സഹോദരൻ അയ്യപ്പൻ എങ്ങനെയാണോ ധീരമായ നിലപാടെടുത്തത്, തൊട്ടുകൂടാത്തവനും തീണ്ടിക്കൂടാത്തവനുമെന്നും വിവക്ഷിച്ചുകൊണ്ട് പുറമെ മാറ്റി നിർത്തിയ ജനതയെ ഒന്നിക്കുവാൻ വിദ്യാഭ്യാസം അനിവാര്യമാണെന്നും പിന്നെ പഞ്ചമിയുടെ കഥയൊന്നും നമ്മളിപ്പം പറയേണ്ടതില്ല. അങ്ങനെ വിദ്യാഭ്യാസത്തിന് വേണ്ടി സ്വന്തമായി ധീരമായി പോരാടിയ അയ്യങ്കാളിയും ആ അയ്യങ്കാളിയുടെ ആ കാലഘട്ടത്തിലെ ദലിതന്മാരുമെല്ലാം തീർച്ചയായിട്ടും ഒരു നേരത്തെ പറഞ്ഞ വിപ്ലവത്തിൻ്റെ മറ്റൊരു വിപ്ലവ കൊടുങ്കാറ്റാണ് സൃഷ്ടിച്ചത്. സഹോദരൻ അയ്യപ്പൻ എങ്ങനെയാണോ ധീരോദാത്തമായി ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ ദലിതരെ കൊണ്ടുവന്നത്, അതിനേക്കാൾ ഇരട്ടി ശക്തിയോടുകൂടിയിട്ടാണ് അയ്യങ്കാളി വന്നിരിക്കുന്നത്. അവിടെ അയ്യങ്കാളിക്കൊപ്പം തന്നെ സാമൂഹിക പരിവർത്തനത്തിന് ഉതകുന്ന ഒരുപാട് ആളുകൾ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. നേരത്തെ വേലായുധ പണിക്കരുടെ കാര്യം പറഞ്ഞു. അതുമാത്രമൊന്നല്ല, ആ കാലഘട്ടത്തിലെ മാറ്റങ്ങൾക്ക് അടിസ്ഥാനമായിരിക്കുന്ന ഒട്ടനവധി പ്രവർത്തനങ്ങളും അതിനെ നയിച്ചിരുന്ന ആളുകളും ഉണ്ടായിരുന്നു. അത് വളർത്തുവാൻ വേണ്ടിയിട്ട് എല്ലാ പ്രകാരത്തിലും കേരളത്തിൻ്റെ പലയിടങ്ങളിലും പ്രസംഗങ്ങളും സാഹിത്യങ്ങളും കലാരൂപങ്ങളും എല്ലാം ഉദ്ഭവിക്കുകയുണ്ടായി. 1935 നവംബറിൽ കൊച്ചി സംസ്ഥാനത്തിൽ യുക്തിവാദി സംഘം രജിസ്റ്റർ ചെയ്യപ്പെട്ടു. അത് ഇന്ന് പറയുന്ന യുക്തിവാദി സംഘമല്ല. അന്നത്തെ വിചാരകന്മാർ അല്ലെങ്കിൽ അന്നത്തെ ചിന്തകന്മാർ, അന്നത്തെ സംവാദകന്മാർ അവർ ചർച്ച ചെയ്തും സംവാദം ചെയ്തും സാമൂഹിക പരിഷ്കരണത്തിന് എന്തൊക്കെ ചെയ്യാം എന്ന് തീരുമാനിച്ചതിന് ശേഷമാണ് 1935 നവംബറിൽ കൊച്ചി സംസ്ഥാനത്തിലെ യുക്തിവാദി സംഘം രജിസ്റ്റർ ചെയ്തത്. അന്ന് രജിസ്റ്റർ ചെയ്തപ്പോൾ രാമവർമ്മത്തമ്പാനും MC ജോസഫും പനമ്പള്ളി ഗോവിന്ദമേനോനും ഇവർ 3 പേരുമായിരുന്നു ഈ സംഘത്തിൻ്റെ തലപ്പത്തുണ്ടായിരുന്നവർ. രാമവർമ്മത്തമ്പാൻ പ്രസിഡൻറ്റും MC ജോസഫ് സെക്രട്ടറിയും പനമ്പള്ളി ഗോവിന്ദമേനോൻ ട്രഷററുമായി ഒരുപക്ഷെ ആദ്യത്തെ യുക്തിവാദി സംഘത്തിൻ്റെ ആദ്യ രൂപം എന്ന് പറയാവുന്ന ഒരു സംഘടനയ്ക്ക് രൂപം കൊടുത്തു. സംഘടന രജിസ്റ്റർ ചെയ്യപ്പെട്ടു. അത് അങ്ങിങ്ങ് പ്രവർത്തിച്ചെന്നല്ലാതെ കുറേ കാലം നീണ്ടുപോകുവാനുള്ള അവസരമുണ്ടായില്ല.
അതിനുശേഷം കേരളത്തിൽ അങ്ങിങ്ങ് യുക്തിചിന്തയാൽ പ്രേരിതമായ സാമൂഹ്യ പരിഷ്കരണങ്ങളും ഇരമ്പലുകളും മുദ്രാവാക്യങ്ങളും പൊതുപരിപാടികളും ധാരാളമായിട്ട് അങ്ങുമിങ്ങുമുണ്ടായി. VT-യും MRV-യും പ്രേംജിയും ആ കാലഘട്ടത്തിൽ തന്നെ പൊതുരംഗത്തേക്ക്, സാംസ്കാരിക രംഗത്തേക്ക് വന്നത് അവർ ദലിതർക്ക് വേണ്ടിയിട്ടല്ല, മനുഷ്യർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഇവരെ കൂടി കൊണ്ടുവരേണ്ടതുണ്ട്, നമ്പൂതിരിമാരെ കൂടി കൊണ്ടുവരേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കി അവർ VT-യും MRV-യും പ്രേംജിയും നമ്പൂതിരിമാരെ മനുഷ്യരാക്കാൻ വേണ്ടിയിട്ട് ഉള്ള പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നു. അതേ അവസരത്തിൽ മറ്റ് സമാന്തരമായ പ്രവർത്തനത്തിൻ്റെ ഫലമായി കുറ്റിപ്പുഴയുടെ വിചാര വിപ്ലവം, യുക്തിവാദി സംഘത്തിൻ്റെ ഒരു സമുന്നത നേതാവായിരുന്നു കുറ്റിപ്പുഴ കൃഷ്ണപിള്ള. അദ്ദേഹത്തിൻ്റെ വിചാര വിപ്ലവം എന്ന് പറയുന്ന ആശയങ്ങൾ അദ്ദേഹം തൻ്റെ കാലഘട്ടത്തിലെ മനുഷ്യരെ വർഗീകരിച്ച്, അവരുടെ അവസ്ഥകളെ വർഗീകരിച്ച് സാമൂഹിക പരിഷ്കരണ രംഗത്ത് മാറ്റമുണ്ടാക്കുവാൻ അദ്ദേഹം കൊണ്ടുവന്നതാണ് വിചാര വിപ്ലവം. അതേസമയത്ത് തന്നെ CJ തോമസിൻ്റെ സോഷ്യലിസവും മതവും കമ്മ്യൂണിസവും എന്ന് പറയുന്ന ചിന്താപദ്ധതികൾ നടപ്പിലാവുകയുണ്ടായി. അപ്പം നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് സഹോദരങ്ങൾ പറയാറുണ്ട് സഖാവേ എന്ന്. അവരുടെ സ്വന്തം പദം പോലെയാണ് അവർ പറയുന്നത്. വാസ്തവത്തിൽ കേരളീയ സമൂഹത്തിൽ സഖാവ് എന്ന് പറയുന്ന ആ ആത്യന്തികമായി ശക്തി പ്രദാനം ചെയ്യുന്ന വാക്ക് സംഭാവന ചെയ്ത് സഹോദരൻ അയ്യപ്പനാണ്. ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായി മൂലധനം എന്ന് പറയുന്ന ദാസ് ക്യാപിറ്റൽ വിവർത്തനം ചെയ്ത് ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരേന്ത്യയിലെ ആളുകളൊന്നുമല്ല, കേരളത്തിലെ ആചാര്യനായ കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയാണ് നമ്മുടെ ഈ ദാസ് ക്യാപിറ്റൽ മൂലധനം എന്ന പേരിൽ മലയാളത്തിൽ വിവർത്തനം ചെയ്ത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്ന സാമൂഹിക പശ്ചാത്തലമാണ് ചെറുതായെങ്കിലും ഞാനിവിടെ കാട്ടിയത്. അങ്ങനെ ഇതിന് ശേഷം, ഈ രൂപീകരണത്തിന് ശേഷം ഒളിഞ്ഞും തെളിഞ്ഞും അല്ലെങ്കിൽ തെളിഞ്ഞും കെട്ടും ഈ യുക്തിവാദ ആശയങ്ങൾ പ്രചരിക്കുന്ന സമയത്ത് പല പ്രദേശങ്ങളിൽ പല യുക്തിവാദികൾ അവരവരുടെ താല്പര്യത്തിനനുസരിച്ച് യുക്തിവാദി സംഘത്തിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രചരണത്തിൻ്റെ ചുക്കാൻ പിടിക്കുകയുണ്ടായി. അന്ന് തിരുവനന്തപുരത്ത് M. രാമകൃഷ്ണ അയ്യർ പ്രസിഡൻറ്റും M. പ്രഭ സെക്രട്ടറിയും C. കേശവനും K. ദാമോദരനും ചൊവ്വര പരമേശ്വരനും അംഗങ്ങളായി മറ്റൊരു യുക്തിവാദി സംഘം രൂപീകരിക്കപ്പെടുകയാണ്. അവരുടെയൊക്കെ ധാർമ്മികമായ ലക്ഷ്യം ഒന്നാണ്, പക്ഷേ പ്രവർത്തനത്തിൻ്റെ ശൈലി മറ്റൊന്നാണ്. സഹോദരൻ അയ്യപ്പൻ്റെ പ്രവർത്തനത്തിൻ്റെ തീഷ്ണതയല്ല ചിലപ്പോൾ കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെയും അതല്ലെങ്കിൽ M. പ്രഭയുടെയുമൊക്കെ. M. പ്രഭയുടെയൊക്കെ കാലത്ത് ജീവിച്ച ആളുകൾ ഇവിടെയുണ്ട്. അദ്ദേഹം എത്രയും ഗാന്ധിയനായ ആ മനുഷ്യൻ എത്രയും സാത്വികമായി ഈ സമൂഹത്തെ മാറ്റിമറിക്കാൻ കഴിയുമോ അതിനനുസരിച്ചുള്ള പാഠങ്ങളാണ് നമ്മുടെ കേരളീയ സമൂഹത്തിന് നൽകിയിരുന്നത്. 1949 ഒരു വൻ സമ്മേളനം നടത്തുകയുണ്ടായി. ആ സമ്മേളനത്തിൽ MC-യും പെരുമ്പടവം തോമസും വർഗീസ് വട്ടക്കാവും പെരുമ്പടവം ശ്രീധരനും ഈ പറയുന്ന ആളുകൾ ഇത് ഒരിടത്ത് നടത്തുന്ന യുക്തിവാദി സമ്മേളനത്തിനേക്കാൾ അതിഗംഭീരമായി മറ്റൊരിടത്ത് യുക്തിവാദി സമ്മേളനം നടത്തുവാനുള്ള കോപ്പുകളുണ്ടാക്കി. നമ്മളിവിടെ തന്നെ പറയാറുണ്ടല്ലോ, നമ്മുടെ ആളുകൾ തന്നെ, സ്റ്റേറ്റ് കമ്മിറ്റിയിലുള്ള ആളുകൾ തന്നെ പറയാറുണ്ടല്ലോ, കണ്ണൂരുള്ള
ആ പ്രകമ്പനം ഇവിടെ കോഴിക്കോട്ടുണ്ടാവുന്നില്ല. കോഴിക്കോട്ട് നേരിട്ട് ഉണ്ടായിരുന്ന പ്രകമ്പനം ഇവിടെ മലപ്പുറത്തുണ്ടാവുന്നില്ല എന്നൊക്കെ പറയുന്നത് പോലെ അന്ന് തിരുവനന്തപുരത്ത് അതിഗംഭീരമായ ഒരു സമ്മേളനം നടത്തി. ആ സമ്മേളനത്തിൽ ചുക്കാൻ പിടിച്ചത് MC-യും സഹോദരൻ അയ്യപ്പനും S. രാമനാഥനും തുടങ്ങിയ ആളുകളാണ്. അവിടെ നിന്നും 1954 പിറവത്ത് ഒരു മഹാസമ്മേളനം നടന്നു. ഇതെല്ലാം ഒന്നിൻ്റെ തുടർച്ചയായിട്ടാണ് വരുന്നത്. ആ സമ്മേളനം നടന്ന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം തൊടുപുഴയിലും കോട്ടയത്തും യുക്തിവാദി സമ്മേളനങ്ങൾ നടത്തപ്പെട്ടു. തൊടുപുഴയിലും കോട്ടയത്തും ഇത്തരം സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുവാൻ നേതൃത്വം ഏറ്റെടുത്തത് ഇടമറുകാണ്. അതിനുശേഷം യുക്തിവാദി പ്രചാരണത്തിന് സഹായകമായ ഇസ്ക്ര എന്ന ഒരു മാസിക അദ്ദേഹം തൻ്റേതായ വൈഭവത്താൽ ഉണ്ടാക്കി അത് പ്രചരിപ്പിക്കുവാൻ അക്ഷീണം പ്രവർത്തിക്കുകയുണ്ടായി. 1958 ജാതി നശീകരണം ലക്ഷ്യമിട്ട് മിശ്രവിവാഹ സംഘം എന്ന് പറയുന്ന ഒരു സംഘം VK പവിത്രൻ്റെ നേതൃത്വത്തിലുണ്ടായി. അപ്പോൾ അതെന്തുകൊണ്ടെന്നാൽ VK പവിത്രൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് യുക്തിവാദി സംഘത്തിൻ്റെ ആശയങ്ങൾ ഈ സമൂഹത്തിൽ പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമാവില്ല. അതിന് മിശ്ര വിവാഹം എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ടാക്കണം. താഴ്ന്നവനെന്നോ ഉയർന്നവനെന്നോ എന്നുള്ള വ്യത്യാസമില്ലാതെ, പറയനെന്നോ പുലയനെന്നോ നമ്പൂതിരിയെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ വ്യത്യസ്ത ക്ലാസ്സുകളിലെ ആളുകൾ തമ്മിൽ വൈവാഹിക ബന്ധം വേണം എന്ന് ആശിച്ചുകൊണ്ടാണ് മിശ്രവിവാഹ സംഘം രൂപീകരിക്കപ്പെട്ടത്. VK പവിത്രൻ്റെ ഈ നേതൃത്വം ഏറ്റെടുത്തപ്പോൾ VK പവിത്രൻ മറ്റൊന്നുകൂടി ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ആദ്യം ബുള്ളറ്റ് മാസികയായിട്ടും പിന്നീട് പ്രഖ്യാപനം എന്ന പേരിൽ സ്വതന്ത്രമായ മാസികയായിട്ടും മിശ്രവിവാദത്തിൻ്റെ ആശയങ്ങളെ യുക്തിവാദി സംഘത്തിൻ്റെ ആശയങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് കേരളീയ സമൂഹത്തിനെ പരിവർത്തിപ്പിക്കുവാൻ അദ്ദേഹം ശ്രമിക്കുകയുണ്ടായി. VK പവിത്രൻ്റെ പ്രഖ്യാപനം എന്ന് പറയുന്ന മാസികയിൽ എല്ലാ തരത്തിലുള്ള ആളുകളെ കൊണ്ടും എഴുതുവാൻ അദ്ദേഹം മിനക്കെട്ടിരുന്നു, പ്രവർത്തിച്ചിരുന്നു. അതിന് മുൻകൈയെടുത്ത മറ്റൊരു മഹാമനുഷ്യയാണ് M. പ്രഭ. 1966 ആഗസ്റ്റ് ആകുമ്പോഴേക്കും ഈ യുക്തിവാദി സംഘത്തിൻ്റെ പ്രവർത്തനത്തിന് വീണ്ടും ആക്കം കൂടുകയാണ്. അവിടെ പവനൻ, ചൊവ്വര പരമേശ്വരൻ, PN പിള്ള, PS രാമൻകുട്ടി, മാത്യു M. കുഴിവേലി, പെരുമ്പടം ശ്രീധരൻ, ഡോക്ടർ തോമസ് വർഗീസ് എന്നീ പേരുകൾ രംഗത്തേക്ക് വരികയും ഈ പ്രവർത്തനങ്ങളെ നാനാമുഖമായി കേരളീയ സമൂഹത്തിലേക്ക് കൊണ്ടുവരുവാൻ അവരുടേതായ സംഭാവനകൾ അവർ ചെയ്യുകയുണ്ടായി. അന്ന് 1966 ആഗസ്റ്റിൽ പവനൻ പ്രസിഡൻറ്റും PS രാമൻകുട്ടി സെക്രട്ടറിയുമായി ഒരു സംഘടനയ്ക്ക് രൂപം കൊടുത്തു. തിരുവനന്തപുരം യുക്തിവാദി സംഘം പ്രവർത്തിച്ചു വന്ന എല്ലാ മനീഷികളും അന്നത്തെ ഇന്നും ഒരു തിരുവനന്തപുരം യുക്തിവാദി സംഘം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആ പേരിൽ ഒരു സംഘടനയുണ്ട്. അത് ഞാൻ ഏറ്റവും ഒടുവിൽ പറയാം. അന്നത്തെ ബുദ്ധിജീവികളും ശാസ്ത്രജ്ഞന്മാരും ഒക്കെ പങ്കെടുത്തുകൊണ്ട് നിരന്തരമായി കേരളീയ സമൂഹത്തിൽ നിരന്തരമായി ചർച്ചകളും സംവാദങ്ങളും നടത്തിക്കൊണ്ടേയിരുന്നു. അതേ അവസരത്തിൽ തന്നെ നമ്മളൊക്കെ ആരാധനയോടുകൂടി നോക്കുന്ന പ്രൊഫസർ A.T. കോവൂർ തൻ്റെ ഇന്ത്യ പര്യടനം നടത്തുകയുണ്ടായി. അദ്ദേഹം ഒരുപക്ഷെ
ഇന്ന് ഇവിടെ ഇരിക്കുന്ന ആളുകളിൽ 90% അല്ലെങ്കിൽ 99% പേരും യുക്തിവാദ ചിന്താഗതിയിലേക്ക് വന്നത് അല്ലെങ്കിൽ വരുന്നത് A.T. കോവൂരിൻ്റെ മനഃശാസ്ത്ര ലേഖനങ്ങളും അദ്ദേഹം ജനയുഗം എന്ന് പറയുന്ന പത്രത്തിൽ എഴുതിയ പരമ്പരകളുമാണ്. എന്താണ് ദൈവം, എന്താണ് ചെകുത്താൻ, എന്താണ് മനസ്സ്, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത വിഷയങ്ങൾ കൈകാര്യം ചെയ്ത് ഇവിടുത്തെ യുക്തിവാദ ചിന്തയെ പരിഭാഗപ്പെടുത്തുവാൻ അദ്ദേഹം അങ്ങ് ശ്രീലങ്കയിൽ ഇരുന്നു കൊണ്ട് തൻ്റെ പ്രവർത്തനങ്ങളെ ഇങ്ങോട്ടേക്ക് വ്യാപിപ്പിക്കുകയും കുറേ കാലം കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരികയും അങ്ങനെ അദ്ദേഹം മിറാക്കിൾ എക്സ്പോഷർ എന്ന് പറയുന്ന പദ്ധതി ഇട്ടുകൊണ്ട് സാധാരണ ജനതയെ അതിവേഗത്തിൽ ചിന്തിപ്പിക്കുവാനുള്ള മരുന്നുണ്ടാക്കി വിട്ടു. ആ ദിവ്യാത്ഭുത അനാവരണം എന്ന് പറയുന്ന ആ അനാവരണം കാണുന്ന ആളുകൾ അവരുടെ ചിന്തയിലേക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ മസ്തിഷ്കത്തിലുള്ള റേഷണൽ തോട്ടിലേക്ക് എങ്ങനെയാണ് ഏറ്റവും വേഗത്തിൽ ഈ ചിന്ത കൊടുക്കേണ്ടതെന്ന് നന്നായിട്ടറിയാമായിരുന്ന ഒരു മനഃശാസ്ത്ര വിദഗ്ധനായിരുന്നു നമ്മുടെ A.T. കോവൂർ. അത് ചെയ്തു. അതോടൊപ്പം തന്നെ രാമൻകുട്ടി, ഐ. റിച്ചാർഡ്, A.K. ഹമീദ്, K. വേണു, K.A. ഗംഗാധരൻ എന്നീ പേർ ഈ ദിവ്യാത്ഭുത അനാവരണത്തിൻ്റെ ആ കാലഘട്ടത്തിലും അതിൻ്റെ മുമ്പും പിമ്പുമായി കേരളീയ സമൂഹത്തിൽ യുക്തിവാദ ആശയങ്ങളെ അരക്കിട്ടുറപ്പിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പിന്നീട് വരുന്നത് 1962 തൃശ്ശൂരിൽ A.V. ജോസന്നൻ എന്ന് ഞങ്ങൾ വിളിക്കുന്ന ജോസിൻ്റെ നേതൃത്വത്തിൽ ഒരു സുഹൃത്ത് സമ്മേളനം നടക്കുകയുണ്ടായി. അത് ഒരുപക്ഷെ വ്യക്തിപരമായി അദ്ദേഹത്തിന് ഈ ആശയത്തോടുള്ള കടുത്ത ആരാധനയിൽ നിന്നാണ് ആ ഒരു സമ്മേളനം ഉണ്ടാവുന്നത്. 1966 നടന്ന ഒരു സമ്മേളന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ കേരള യുക്തിവാദി സംഘത്തിൻ്റെ തുടക്കം. നേരത്തെ തുടങ്ങി, പക്ഷേ 1969 രജിസ്റ്റർ ചെയ്യുന്ന കേരള യുക്തിവാദി സംഘം എന്ന് പറയുന്ന സംഘത്തിൻ്റെ ആദ്യത്തെ രജിസ്ട്രേഷൻ അതിന് തുടക്കമിട്ടത് 1966 നടന്ന ഒരു സമ്മേളന തീരുമാനത്തിൻ്റെ ഫലമായിട്ടാണ്. 1967 തൃശ്ശൂരിലെ റീജിയണൽ തിയേറ്റർ നടന്ന യുക്തിവാദി സുഹൃത്ത് സമ്മേളനത്തിൽ കേരള യുക്തിവാദി സംഘം കമ്മിറ്റി രൂപീകരിച്ചു. ഇന്നത്തെ പോലെ തന്നെ അന്ന് കമ്മിറ്റി രൂപീകരിക്കുകയുണ്ടായി. ആ കമ്മിറ്റിയിൽ MC ജോസഫ് പ്രസിഡൻറ്റും VT ഭട്ടതിരിപ്പാടും കുറ്റിപ്പുഴയും വൈസ് പ്രസിഡൻറ്റുമാരും, KA സുബ്രഹ്മണ്യം ജനറൽ സെക്രട്ടറിയും, AV ജോസ്, PS രാമൻകുട്ടി എന്നിവർ ജോയിൻറ്റ് സെക്രട്ടറിമാരും, ജോസഫ് കുന്നത്ത് ട്രഷററുമായി സംഘടന രൂപപ്പെടുകയാണ്. അതിനുശേഷം 1969 കോഴിക്കോട് വെച്ച് ചേർന്ന 1-ാം വാർഷിക സമ്മേളനമാണ് ഇന്ന് നമ്മൾ ഈ ചരിത്രം പറയുന്ന കേരള യുക്തിവാദി സംഘത്തിൻ്റെ രജിസ്ട്രേഷൻ നടന്ന 1969 കോഴിക്കോട് വെച്ച് നടന്ന 1-ാം വാർഷിക സമ്മേളനമാണ്. ആ സമ്മേളനത്തിൽ M. പ്രഭ പ്രസിഡൻറ്റും ഇടമറുക് വൈസ് പ്രസിഡൻറ്റും PS രാമൻകുട്ടി ജനറൽ സെക്രട്ടറിയുമായി ഭാരവാഹികളുടെ രൂപീകരണം നടന്നു. തുടർന്ന് കേരളത്തിൻ്റെ പല ഭാഗത്തും യുക്തിവാദി സംഘത്തിൻ്റെ ധാരാളം യൂണിറ്റുകൾ വരാൻ തുടങ്ങി. 1968 മറ്റൊരു സംഭവം കൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. VT-യുടെ നേതൃത്വത്തിൽ നടന്ന ജാതി നശീകരണ ജാഥ, VT ഭട്ടതിരിപ്പാടിനെ പല ആളുകളും പല വിശ്വാസികളും പിന്നെ മറ്റൊരു വിശ്വാസിയായിട്ടാണ് കാണുന്നത്. പക്ഷേ VT ഭട്ടതിരിപ്പാട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഉള്ള പ്രദേശങ്ങളിലൂടെ തൻ്റേതായിട്ടുള്ള ആശയപ്രചരണത്തിലൂടെ ജാതി നശീകരണ ജാഥ നയിച്ച മഹാത്മാവാണ്.
അതോടൊപ്പം തന്നെ ജോൺസൺ ഐരൂർ, ഈ അടുത്ത കാലത്ത് മരണം വരിച്ച ജോൺസൺ ഐരൂരിൻ്റെ നേതൃത്വത്തിൽ ഒരു റേഷണലിസ്റ്റ് യൂത്ത് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന മൂവ്മെൻ്റ് ഉണ്ടായി. ആ റേഷണലിസ്റ്റ് യൂത്ത് മൂവ്മെൻ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രവർത്തിക്കുന്ന സമയത്താണ് കോളേജുകളിലും ഹൈസ്കൂളുകളിലുമായി നമ്മുടെ കുട്ടികൾക്ക് യുക്തിവാദി സംഘത്തിൻ്റെ പരിശീലനം കൊടുക്കേണ്ടതുകൊണ്ട് റോസ് എന്ന് പറയുന്ന സംഘടന ഉണ്ടാകുന്നത്. റേഷണലിസ്റ്റ് ഓർഗനൈസേഷൻ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്ന ആ സംഘടന ഇന്നത്തെ യുവസംഘടനയെ പോലെ തന്നെ അന്ന് രൂപീകരിക്കപ്പെടുകയും കേരളത്തിൽ പല ഭാഗത്ത്, പ്രത്യേകിച്ച് വടക്കേ മലബാറിൽ അതിൻ്റെ സംഘടനയുടെ ജാജ്വല്യമാനമായ ശക്തി പ്രദർശിപ്പിക്കുകയുണ്ടായി. വടക്ക് ഒരുപക്ഷെ ബ്രണ്ണൻ കോളേജിൽ, പാലക്കാട് വിക്ടോറിയ കോളേജിൽ ഒക്കെ തന്നെ ആ സംഘടനയുടെ യുവജന സംഘടനയുടെ പ്രവർത്തനം കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. ഇത് കഴിഞ്ഞ് കുറച്ചു കാലം വീണ്ടും ഒരു മന്ദീഭാവം വരികയാണ്. അതിന് കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പ്രവർത്തനത്തിൻ്റെ ഒരു ശൈഥില്യം കൊണ്ടാണ് എന്ന് പറയേണ്ടി വരും. അപ്പോൾ വാദപ്രതിവാദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഉണ്ടാവുകയും ആ വാഗ്വാദങ്ങളിൽ ഇടതുപക്ഷ കക്ഷികൾ അവരാണ് ഈ കേരളത്തിൻ്റെ സാമൂഹ്യ വ്യവസ്ഥയെ ചിട്ടപ്പെടുത്തേണ്ടതെന്നും സാമ്പത്തിക ഭദ്രത വരുത്തണമെങ്കിൽ ഞങ്ങൾക്ക് മാത്രമേ കഴിയുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് അവർ പ്രവർത്തിക്കുമ്പോൾ യുക്തിവാദി സംഘം പോലെയുള്ള യുക്തിവാദി സംഘത്തിൻ്റെ പ്രവർത്തനം സാംസ്കാരിക മണ്ഡലത്തിൽ ഏറ്റവും അധികം അനിവാര്യമായ ഘട്ടമാണ് എന്ന് അവർ വിസ്മരിച്ചു പോയി. അതുകൊണ്ട് അല്പം പിറകോട്ടായിപ്പോയി. 1976 VK പവിത്രൻ്റെ നേതൃത്വത്തിൽ എറണാകുളത്തിൽ നടന്ന വാർഷിക സമ്മേളനം ഇതിന് ഒരു ഉണർവുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ആ സമ്മേളനത്തിൽ ഡോക്ടർ PV വേലായുധൻ പിള്ള പ്രസിഡൻറ്റും U കലാനാഥൻ ജനറൽ സെക്രട്ടറിയുമായിട്ട് കേരള യുക്തിവാദി സംഘം പുനഃസൃഷ്ടിക്കപ്പെടുകയാണ്. അവിടെ നിന്ന് പ്രൊഫസർ A.T. കോവിലിൻ്റെ രണ്ടാമത്തെ പര്യടനവും ഈ ദിവ്യാത്ഭുത അനാവരണ പ്രകടനങ്ങളിലൂടെ കേരളീയ സമൂഹത്തെ വീണ്ടും ചിന്തിപ്പിക്കുവാനുള്ള ഒരു അടയാളമുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. 1978 മെയ്യിൽ പാലക്കാട് നടന്ന സമ്മേളനത്തിൽ പവനൻ പ്രസിഡൻ്റായും U കലാനാഥൻ ജനറൽ സെക്രട്ടറിയുമായി വന്നതോടെ കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷം ഏറ്റവും മികച്ചതായി. യുക്തിവാദി സംഘത്തിന് കാലുവെക്കാൻ അവർക്ക് പദങ്ങൾ ഊന്നിക്കൊണ്ട് എല്ലായിടത്തും സഞ്ചരിക്കുവാൻ കാൽനട ജാഥകളായിരുന്നു അന്നത്തെ പ്രധാന ഇനം. ഇന്നത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ ഇന്നത്തെ ചെറുപ്പക്കാരും ഒരുപക്ഷെ ചെറുപ്പക്കാരല്ലാത്ത ചില വയോവൃദ്ധന്മാരും ചിരിക്കുന്നുണ്ടാവാം. കാൽനട ജാഥകൾ, ഏത് പ്രശ്നങ്ങൾ വന്നാലും ആ പ്രശ്നത്തെ കൈകാര്യം ചെയ്യുന്നത് കാൽനട ജാഥകളാണ്. അന്ന് ഇടതുപക്ഷ പാർട്ടികൾ പോലും ചോദിക്കേണ്ടായി, ജാഥ നയിച്ചാൽ ജാതി പോകുമോ എന്ന്. ഞങ്ങളൊക്കെ അത് കേട്ടിട്ട് ഒരു പ്രയാസം അനുഭവിച്ചുകൊണ്ടാണ് ജാഥയിൽ നിന്നുകൊണ്ടിരുന്നത്. പക്ഷേ പിൽക്കാലത്ത് M. ദാസൻ്റെ കെയർ ഓഫിൽ ജാഥ നയിക്കേണ്ട, ജാതി പോകാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷ പാർട്ടിയുടെ കരുത്തന്മാർ ജാഥ നയിച്ചപ്പോൾ ഞങ്ങൾ തിരിച്ച് ചോദിച്ചില്ല ജാഥ നയിച്ചാൽ ജാതി പോകുമോ എന്ന്. ഇനി ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഇനി ഞാൻ എക്സ്പ്രസ് വേഗതയിലേക്ക് പോവുകയാണ്. 1979 മുതൽ 79 സൊസൈറ്റി ആക്ട് പ്രകാരം കേരള യുക്തിവാദി സംഘം കോഴിക്കോട് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. പുതിയ ഭരണഘടനയും നയപ്രഖ്യാപന രേഖയും അന്ന് പ്രാബല്യത്തിൽ വരികയാണ്. 76 മുതൽ ഊർജ്ജസ്വലമായി പ്രവർത്തിച്ചു വന്ന ആ സംഘടന 1977
ഗുരുവായൂർ സത്യാഗ്രഹം സംഘടിപ്പിച്ചു. 200ഓളം വളണ്ടിയർമാർ ആ ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. എന്തിനായിരുന്നു സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ, സാധാരണ ജനങ്ങൾക്ക് ഉപയോഗിക്കേണ്ടുന്ന പണം അതിനുപയോഗിക്കാതെ കൊടിമരത്തിന് സ്വർണം പൂശുവാൻ വന്നപ്പോൾ, ഗുരുവായൂർ ദേവസ്വം ബോർഡ് വന്നപ്പോൾ അതിനെ എതിർത്തുകൊണ്ടായിരുന്നു ദേവസ്വം ബോർഡ് ഓഫീസിൻ്റെ മുമ്പിൽ കേരള യുക്തിവാദി സംഘത്തിലെ 200ഓളം പ്രവർത്തകർ ചെന്നത്. അതിൽ ഇടമറുകിനും പിന്നെ ചില ആളുകൾക്കും അടികിട്ടിയിരുന്നു. ജോസഫ് ഇടമറുക്, ജോൺ ഇടമറുക്, ഹിന്ദി പ്രൊഫസർ, അത് അടികിട്ടിയിരുന്നു. അന്നൊക്കെ ഞങ്ങൾ പിന്നെ ജോലി ചെയ്യാൻ പോകുന്ന സമയത്ത്, എടോ നിങ്ങളെ യുക്തിവാദിയൊക്കെ അടികിട്ടിയല്ലോ, നിങ്ങളെന്തിനാ അമ്പലത്തിൻ്റെ അടുത്ത് പോയെന്ന്. ഞങ്ങൾ അമ്പലത്തിൻ്റെ അരികിലല്ല പോയത്, അത്ര മൗഢ്യം ഞങ്ങൾക്കില്ല, അത്ര വിഡിത്തമില്ല. പോയത് പിന്നെ ദേവസ്വം ബോർഡിൻ്റെ ഓഫീസിൻ്റെ മുമ്പിലാണ്. അന്ന് ആ പ്രകടനം അത് തൊട്ടടുത്ത് വരുന്നത് ജ്യോത്സ്യം കപടശാസ്ത്രമാണെന്ന് തെളിയിക്കുവാൻ കേരളീയ സമൂഹത്തിൽ അങ്ങോളം ഇങ്ങോളം നടത്തിയ സെമിനാറുകളും പരിപാടികളും. 1980 മകരജ്യോതി തട്ടിപ്പ് വെളിപ്പെടുത്തിയത് കേരള യുക്തിവാദി സംഘമാണ്. അതിൻ്റെ മുന്നണി പോരാളിയായി നടന്ന ആളിവിടെയുണ്ട്. 1981 ജാപ്പാണം സിദ്ധൻ്റെ കരിക്കൊടുക്കൽ അതിൻ്റെ പിന്നെ വിഡിത്തം വെളിപ്പെടുത്തിക്കൊണ്ട് സാധിക്കുകയുണ്ടായി. ഇതിന് ഏറ്റവും പ്രകടമായിട്ട് വരുന്നത് 1983 യുക്തിരേഖ എന്ന് പറയുന്ന നമ്മുടെ മുഖമാസിക കോഴിക്കോട് നിന്നും പ്രസിദ്ധീകരിച്ചതാണ്. ഒരു നയാ പൈസ ഇല്ലാതെ, കയ്യിൽ നേരിട്ട് പൈസ ഇല്ലാതെ, ക്യാപിറ്റൽ ഇല്ലാതെ അന്ന് കോഴിക്കോടുള്ള പ്രവർത്തകർ പ്രധാനമായും ഓരോ വീടുകളിലും കയറിയിറങ്ങി 15 രൂപയാണ് വാർഷിക വരിസംഖ്യ. അത് പിരിപ്പിച്ചിട്ട് കോഴിക്കോട് നിന്ന് 1983 ഈ പ്രസിദ്ധീകരണം ഉണ്ടായി. അന്ന് അതിൻ്റെ ഒരു പിന്നെ സൂചനയായിട്ടാണ് ഇപ്പം യുക്തിരേഖയിൽ ആർട്ടിക്കിൾ അയക്കുമ്പോൾ യുക്തിരേഖ 1983@gmail.com എന്ന് പറഞ്ഞ് ആർട്ടിക്കിൾ അയക്കണമെന്ന് പറയുന്നത്. 84 ആകാശവാണിയിൽ, കേരളത്തിലെ എല്ലാ ആകാശവാണിയിലും നമ്മൾ അന്ധവിശ്വാസ പ്രചാരണത്തിനെതിരായിട്ട് സമരം സംഘടിപ്പിച്ചു. 1985 വർഗീയതക്കെതിരെ മതേതരത്വത്തിന് വേണ്ടി നമ്മൾ അനേകം പ്രകടനങ്ങളും യോഗങ്ങളും സംഘടിപ്പിച്ചു. 1986 തങ്കമാണിയിലെ പോലീസ് അതിക്രമത്തെ കൈകാര്യം ചെയ്ത് യുക്തിവാദികളാണ്. 1987 ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സമരം ചെയ്തു. PM ആൻ്റണിയുടെ 6-ാം തിരുമുറി വല്ലം നിങ്ങൾ ഓർമ്മിക്കണം. നമ്മളോട് ഒട്ടും സ്നേഹം കാണിക്കാത്ത ഒരു പിന്നെ യുക്തിരാജ്യത്തിൻ്റെ പത്രാധിപരുണ്ട്. അയാൾ എഴുതിയ മാതാ അമൃതാനന്ദമയിയെ കുറിച്ച് എഴുതിയ പുസ്തകം വന്നപ്പോൾ അയാളെ അറസ്റ്റ് ചെയ്യുവാനും അയാളെ പ്രോസിക്യൂട്ട് ചെയ്യുവാനും നടപടിയെടുക്കുമെന്നായപ്പോൾ കേരള യുക്തിവാദി സംഘത്തിൻ്റെ എല്ലാ പ്രവർത്തകരും അണിനിരക്കുകയും അതിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്തു. 1988 ശാസ്ത്രാവബോധന യാത്ര നമ്മൾ നടത്തുകയുണ്ടായി. 89 കൊടുങ്ങല്ലൂരിലെ തെറിപ്പാട്ടിനെതിരെ നമ്മൾ സമരം ചെയ്തു. 1990 മണ്ഡൽ കമ്മീഷൻ്റെ സാമൂഹ്യനീതി പോരാട്ടത്തിന് നമ്മൾ കൊടിപിടിച്ചു. 1981 പെരിങ്ങോം മാർച്ച്, ആണവ നിലയം ഉണ്ടാക്കേണ്ടത് ഏത് സ്ഥലത്തായിരിക്കണമെന്ന് കാണിച്ചുകൊണ്ട്. 92 ഉത്തരകാമേഷ്ടി യാഗത്തിനെതിരെ നമ്മൾ പ്രതികരിച്ചു. 93 തസ്ലീമയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യുക്തിവാദികൾ അലയടിച്ച് പ്രവർത്തിച്ചു. 94 യുക്തിവാദ പ്രചാരണത്തിന് അവാർഡ് ഉണ്ടാക്കി. 95 പരിസ്ഥിതി സംരക്ഷണ പ്രചാരണത്തിന് നമ്മൾ ഒന്നിച്ച് പ്രവർത്തിച്ചു. 1996 ഏകീകൃത സിവിൽ നിയമം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ സമരം ചെയ്തു. 96 മിശ്ര യുവാവേദി ഉണ്ടാക്കി. 97 നവോത്ഥാന ജാഥയായി. 97 ഫിറ രൂപീകരണം, ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ റേഷനിസ്റ്റ് അസോസിയേഷൻ എന്ന് പറയുന്ന ദേശീയ പ്രാധാന്യമുള്ള സംഘടനയ്ക്ക് രൂപം കൊടുത്തു. 98 കോവൂർ ജന്മശതാബ്ദി ആഘോഷങ്ങൾ കേരളത്തെ എങ്ങും നടത്തുകയുണ്ടായി. 2000 അന്തർദേശീയ പ്രസ്ഥാനത്തിൽ നമ്മൾ അംഗത്വമെടുത്തു. ഇൻ്റർനാഷണൽ
ഹ്യൂമനിസ്റ്റ് എത്തിക്കൽ യൂണിയൻ എന്ന് പറയുന്ന IHUവിൽ നമ്മൾക്ക് ആദ്യമായി പിന്നെ സ്ഥാനം ലഭിച്ചു. 2001 അംഗത്വം. സെക്കുലർ ഹ്യൂമനിസ്റ്റ് എന്ന് പറയുന്ന മാസിക നമ്മൾ പുറത്തിറക്കി. 2002 ഗുരുവായൂർ സത്യാഗ്രഹ രജത ജൂബിലി വീണ്ടും നടത്തി. 2003 മുത്തങ്ങ വെടിവെപ്പിനെതിരെ കേരള യുക്തിവാദി സംഘം ഉണർന്നു പ്രവർത്തിച്ചു. 2004 മാറാട് സ്നേഹ സന്ദേശ യാത്ര. 2 രാഷ്ട്രീയ കക്ഷികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ വെടിവെച്ച് അവരവരുടെ ശക്തി പ്രകടനം നടത്തിയപ്പോൾ കേരളത്തിലെ യുക്തിവാദികൾ അത് ആരുടെയും പക്ഷം പിടിക്കാതെ മാറാടിൽ സ്നേഹ സന്ദേശ യാത്ര നടത്തുകയുണ്ടായത്. 2005 പാർലമെൻറ്റിൽ നമ്മൾ മാർച്ച് നടത്തി. മതമുക്ത രാഷ്ട്രീയം, അതായത് മതത്തെ രാഷ്ട്രീയം എന്ന് വേർതിരിക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഹജ്ജ് സബ്സിഡി നിർത്തലാക്കാൻ വേണ്ടി നമ്മൾ കോഴിക്കോട് അതിഗംഭീരമായ പരിപാടി നടത്തി. 2006 മാനവിക യാത്ര വീണ്ടും നടത്തി. 2007 അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം നിർമ്മിച്ച് നടപ്പിലാക്കുവാൻ വേണ്ടി യുക്തിവാദികൾ അണിനിരന്നു. 2008 പ്രൈവറ്റ് പോസ്റ്റ്മോർട്ടത്തിനെതിരെ നമ്മൾ വാളുയർത്തി. അതൊന്ന് പറയേണ്ടതുണ്ട്. പ്രൈവറ്റ് പോസ്റ്റ്മോർട്ടം എന്ന് പറഞ്ഞാൽ സാധ്യതയില്ലാത്തതാണ്. ഗവൺമെൻറ് മാത്രമേ പോസ്റ്റ്മോർട്ടം നടത്താൻ പാടുള്ളൂ. പക്ഷേ ഈ നമ്മുടെ ഒരു മുഖ്യമന്ത്രി, ഞാൻ ആളിൻ്റെ പേരൊന്നും പറയുന്നില്ല, അത് മുഖ്യമന്ത്രി മാതാ അമൃതാനന്ദമയിയുടെ ആശുപത്രിക്ക് പോസ്റ്റ്മോർട്ടം നടത്തുവാനുള്ള അനുമതി കൊടുത്തു. 2009 ഡാർവിൻ്റെ 200ാം ജന്മവാർഷികം നടത്തി. 2010 മതഭ്രാന്തിനെതിരെ മതവിരുദ്ധ റാലി നടത്തി. തീർന്നില്ല, ഈ പട്ടിക നീളുകയാണ്. ജോസഫ് മാസ്റ്ററുടെ കൈവെട്ടിയപ്പോൾ അന്നേ വരെ കേരളം കാണാത്ത തരത്തിൽ ആയിരക്കണക്കിന് യുക്തിവാദികൾ മൂവാറ്റുപുഴ സംഘടിക്കുകയും അവിടുത്തെ ഘോരഘോരം മഴ പെയ്യുന്ന സമയത്ത് അതിനെയൊക്കെ വകഞ്ഞു മാറ്റിക്കൊണ്ട് മുദ്രാവാക്യം വിളിച്ച് അന്നത്തെ തീവ്രവാദികൾക്കെതിരെ പോരാടിയത് നമ്മളാണ്. 3ാമത്തെ ദിവസം ജോസഫ് മാസ്റ്ററുടെ കൈവെട്ടിയതിൻ്റെ 3ാമത്തെ ദിവസം ഞങ്ങൾ കുറേ പേർ പിന്നെ അവിടെ പോയി അദ്ദേഹത്തിന് സകല സഹായവും നമ്മൾ വാഗ്ദാനം ചെയ്തു. അതേ കാലത്ത് തന്നെ 2013 നമ്മുടെ മഹാരാഷ്ട്രയിൽ നരേന്ദ്ര ദബോൾക്കർ കൊല ചെയ്യപ്പെട്ടപ്പോൾ കേരളത്തിൽ നിന്ന് പോയത് ഞങ്ങൾ 4 പേരാണ്. ഞാനും എൻ്റെ വൈഫും കലാനാഥനും അദ്ദേഹത്തിൻ്റെ വൈഫും. അപ്പോൾ നമ്മളുടെ ആ സമയത്ത് തന്നെ നമ്മുടെ KS ഭഗവാനെ കൊല്ലാൻ ചട്ടം കെട്ടിയപ്പോൾ KS ഭഗവാൻ ഇവിടെ കൊണ്ടുവന്ന് പ്രസവിപ്പിച്ച ആളുകളാണ് നമ്മൾ. ഇതിന് അവസാനമില്ലാത്ത സമയം എനിക്കില്ല. ഇനിയും കേരള യുക്തിവാദി സംഘത്തിൻ്റെ ചരിത്രം ഇവിടെ നിൽക്കുന്നില്ല. അതിൻ്റെ തേജോമയമായ മുഖം എന്ന് പറയുന്നത് സർവശ്രേഷ്ഠമായ സമത്വബോധമാണ്. ആ സമത്വബോധത്തെ ഉൾക്കൊണ്ടുകൊണ്ട് എങ്ങനെയാണ് സാമൂഹികമായും സാമ്പത്തികമായും രാഷ്ട്രീയമായും ഈ കേരള ജനതയ്ക്ക് നമ്മൾ സംഭാവന ചെയ്യേണ്ടത്, ആ സംഭാവന ചെയ്യുവാൻ നമ്മൾക്കാകും എന്ന് പരിപൂർണമായി വിശ്വസിച്ചുകൊണ്ട് ഈ അപൂർണമായ ആ വിഷയം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ഇനി നിങ്ങളുടെ പാടായി നിങ്ങളെങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ആശയങ്ങളെ ചോദിക്കണം. എന്താണ് നിങ്ങൾക്ക് സംശയങ്ങളുള്ളത് അത് ചോദിക്കണം. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ജെൻസുമാർ തീർച്ചയായിട്ടും അത് ചോദ്യങ്ങൾ ചോദിക്കണം. എന്തുകൊണ്ടാണ് വയസ്സന്മാരായ ഞങ്ങൾ ഈ കൊടിക്ക് കീഴിൽ KYSൻ്റെ കൊടിക്ക് കീഴിൽ അണിനിരക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. കൃഷ്ണമാഷേ, പറയുന്നതിനിടയിലേ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ടുള്ള പ്രശ്നം പറഞ്ഞല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ ഇതായി മാറ്റി പറയേണ്ടതല്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ EMSൻ്റെ അഭിപ്രായത്തിൽ യുക്തിവാദി സംഘം ഭരണകാര്യങ്ങളിൽ ഇടപെടരുത്, ഇതായിരുന്നു EMSൻ്റെത്. പവനൻ്റെ എന്നുണ്ടെങ്കിൽ പവനം പറഞ്ഞത് ഞങ്ങൾ ഇടപെടേണ്ട കാര്യങ്ങളിൽ ഞങ്ങൾ ഇടപെടും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്കാലത്തായിരുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ എല്ലാ യൂണിറ്റുകളിലും നമുക്ക്
ഇതിനേക്കാൾ ഉപരി എതിർപ്പുകളുണ്ടായിരുന്ന കാലത്ത് പോലും നമുക്ക് യുക്തിവാദികളുണ്ടായിരുന്ന കാലം, ഈ ഒരു രണ്ടുപേരുടെ പ്രശ്നങ്ങൾ മൂലം, EMSൻ്റെയും പവനൻ്റെയും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രശ്നങ്ങൾ മൂലം ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ യുക്തിവാദി സംഘം എത്ര പുറകിലോട്ട് പോയി എന്നുള്ളത് കൂടി പറയണമായിരുന്നു. ശരി. ഈ ചരിത്രപരമായ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഇവിടെ ജാതീയതയൊക്കെ വരുമ്പോൾ അതിനകത്ത് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന സാധനം, ഇപ്പോൾ ഇന്ത്യ പ്രാചീന ഇന്ത്യയുണ്ട്, മധ്യ ഇന്ത്യയുണ്ട്, ആധുനിക ഇന്ത്യയുണ്ട്, ഇത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങൾ കൂടി അതിനകത്ത് വന്നാലേ ഇപ്പോഴത്തെ ഈ പറഞ്ഞ ജെൻസിയും ആൽഫ ജെൻസിയൊക്കെ അതിൻ്റെ ആ വിശദീകരണം വ്യക്തമാക്കാൻ അവർക്ക് സാധിക്കത്തുള്ളൂ. നമ്മുടെ സംഘടനയുടെ ആശയപരമായ അടിത്തറയും അതിൻ്റെ കാഴ്ചപ്പാടും എന്നതിനെക്കുറിച്ചുള്ള അതിൻ്റെ ചരിത്രപരമായ കാഴ്ചപ്പാട് അത് ആഴത്തിൽ അത് മനസ്സിലാക്കാൻ, അതുപോലെ തന്നെ അതിനെക്കുറിച്ചുള്ള വ്യത്യസ്ത പാതകളിലൂടെ വ്യത്യസ്ത സ്റ്റേജിലൂടെ കടന്നു വന്ന് ഇന്നത്തെ പാതയിൽ എത്തിച്ചേർന്ന നമ്മുടെ സംഘടനയുടെ ഈ ചരിത്രം ഒന്ന് വെളിച്ചം ഓതുന്നതായിരുന്നു. എന്നിരുന്നാലും ഇപ്പോൾ നമ്മുടെ സംഘടന നേരിടുന്ന വെല്ലുവിളികളടക്കം അതിൻ്റെ അകത്തേക്ക് ആ അടിത്തറയിലേക്ക് വരികയാണെങ്കിൽ കുറച്ചും കൂടിയും അത് നമ്മുടെ മറ്റ് സംഘടനകളും ഇത്തരം യുക്തിവാദ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നമ്മളെ ശാസ്ത്ര സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ബന്ധങ്ങളും അതുപോലെ തന്നെ മറ്റ് നമ്മളെ സംഘടനകൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായി നമ്മൾക്കുണ്ടാവുന്ന പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള മത്സരാധിഷ്ഠിത പ്രവണതകളും നമ്മുടെ സംഘടനക്ക് എത്രമാത്രം അത് പ്രചോദനം നൽകുന്നുണ്ടോ, തളർത്തുകയാണോ എന്നുള്ള കാര്യം കൂടി വിശദമാക്കേണ്ടതായിരുന്നു എന്നാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമുക്കറിയാം ഏതൊരു സംഘടനാപരമായ കാഴ്ചപ്പാട് പറയുമ്പോഴും നമ്മുടെ നാട്ടിലെ നമ്മുടെ സോഷ്യൽ സിസ്റ്റത്തിൽ കാണുന്ന ഈവിൾസ്, ആ ഈവിൾസിനെ ഒന്ന് കുറച്ചും കൂടി ഒന്ന് പ്രോജ്വലിപ്പിച്ചുകൊണ്ടായിരിക്കണം ഈ ഇത്തരം അടിത്തറയും ഇത്തരം കാഴ്ചപ്പാടുകളും പറയേണ്ടത്. ഈ അടിത്തറ എന്നാൽ മാത്രമേ കുറച്ചുകൂടി കാര്യങ്ങൾ ഇഫക്റ്റീവായി നമ്മൾ എത്തിപ്പെടും. അതിൽ സാർ എത്രമാത്രം വിജയിച്ചിട്ടുണ്ടെന്ന് തന്നെ സാർ ഒരു ഇൻട്രോസ്പെക്ഷൻ നടത്തണമെന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. നേരത്തെ മാഷ് പറഞ്ഞതിൽ മറ്റേ സമയം കുറച്ചുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് അവതരിപ്പിക്കപ്പെട്ട കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടില്ല എന്നൊരു അഭിപ്രായമുണ്ട്. പക്ഷേ ഈ പോസ്റ്റ്മോർട്ടത്തെക്കുറിച്ച് പറഞ്ഞത് അത് ഏത് ഗവൺമെൻറ്റാണെന്ന് തുറന്ന് പറയേണ്ടതായിരുന്നു. ഞാൻ ഇപ്പോൾ ഗൂഗിളിൽ നോക്കുമ്പോൾ എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. ഇവിടെ പറഞ്ഞപ്പോൾ 2 തരത്തിലുള്ള മറുപടി വരികയുണ്ടായി. ഉമ്മൻചാണ്ടി എന്നും അച്യുതാനന്ദൻ എന്നൊക്കെ പറയണ്ടായി. അപ്പോൾ അത് ഏതാണെന്ന് ക്ലാരിഫിക്കേഷൻ വേണ്ടതാണ്, അത് പറയേണ്ടതാണ്. ഇപ്പോൾ നിലവിൽ അതില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന് പറഞ്ഞാൽ. കൃഷ്ണൻ മാഷ് അവതരിപ്പിച്ച ഈ വിഷയം, അതിൽ പ്രതിപാദിച്ച കാര്യങ്ങളൊക്കെ തന്നെ വളരെ പ്രസക്തമാണ്. സംഘർഷഭരിതവും സംഭവബഹുലവുമായ ഒട്ടനവധി പ്രവർത്തനങ്ങൾ KYS നടത്തിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെതായിട്ടുള്ള ഒരു പ്രതിഫലനം അല്ലെങ്കിൽ അതിൻ്റെ റിയാക്ഷൻ വേണ്ട രൂപത്തിൽ നമുക്ക് സമൂഹത്തിൽ പ്രകടിപ്പിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും തിരിച്ചു വരുന്നു, മതം രാഷ്ട്രീയത്തിൽ കലരുന്നു, സംഘടന അനുദിനം താഴേക്ക് പോകുന്നു. ഈ വിഷയം അവതരിപ്പിച്ചപ്പോൾ തന്നെ നമ്മുടെ സംഘടനയുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താ എന്നതിനെ സംബന്ധിച്ച് കൃഷ്ണൻ മാഷ് പ്രതിപാദിച്ചിട്ടില്ല എന്നുള്ളത് കൂടെ ഇവിടെ സൂചിപ്പിക്കുകയാണ്. പ്രവർത്തനങ്ങളിൽ യുവാക്കളുടെ പങ്കാളിത്തം എപ്പോഴും പറയുന്നുണ്ട്. പക്ഷേ ഒരൊറ്റ യുവാക്കളുടെ പങ്കാളിത്തം നമ്മളുടെ സംഘടനയുടെ ഒരു പരിപാടികളിലും കാണാറില്ല. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു സംസ്ഥാന പ്രവർത്തക ക്യാമ്പ് അല്ലെ നേതൃത്വ പരിശീലന ക്യാമ്പ് എന്ന് പറഞ്ഞ് നമ്മൾ ഈ പരിപാടി നടത്തുമ്പോൾ ഇത്രയും ജെൻസി കുട്ടികളെക്കുറിച്ചൊക്കെ താങ്കൾ പരാമർശിച്ചു, ശരി തന്നെ. ഇപ്പോൾ തന്നെ അവർക്ക് വേറൊരു ക്യാമ്പ് അവിടെ നടത്തുന്നു. പിന്നെ എങ്ങനെ യുക്തിവാദി പ്രസ്ഥാനം വളരും? അതിന് മറുപടി തന്നേ പറ്റത്തുള്ളൂ. അതേപോലെ തന്നെ ഈ ജെൻസി കുട്ടികൾ 2 കുട്ടികളുടെ ജീവൻ നഷ്ടപ്പെട്ട കേസാണ് ധർമ്മേന്ദ്ര പ്രധാനിൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ജെൻസി കുട്ടികൾ നടത്തിയ സമരത്തിൽ. അങ്ങനെ ജെൻസി കുട്ടികൾ നടത്തിയ സമരത്തിൽ യുവാക്കളെ അല്ലെ യുവതലമുറ ജെൻസിയെ ആയാലും ന്യൂ ജനറേഷൻ ആയാലും ആരെ ആയാലും പങ്കെടുപ്പിക്കേണ്ട ഈ സംഘടനയിലേക്ക് വരണമെങ്കിൽ അവരുടെ കാര്യങ്ങളിലൂടെ സംഘടന ഇടപെടേണ്ട കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒരു നിലപാട് ഇന്നേ വരെ യുക്തിവാദി സംഘത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. അതേപോലെ ജെൻസി കുട്ടികൾ നടത്തിയ സമരത്തിൻ്റെ പേരിൽ ഒരു
പ്രതിഷേധ പ്രകടനം അല്ലെ പ്രതിഷേധ മാർച്ച് നടത്തണമെന്ന് പറഞ്ഞ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി നടത്തി. ബാക്കിയുള്ള ജില്ലാ കമ്മിറ്റികളിലൊക്കെ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തപ്പോൾ സമരോത്സുക യുക്തിവാദം, അങ്ങനത്തെ യുക്തിവാദം, ഇങ്ങനത്തെ യുക്തിവാദം എന്ന് പറഞ്ഞ് ഓരോ കീറാമുട്ടികളുമായിട്ടാണ് ആൾക്കാർ വന്നത്. അതുകൊണ്ട് സംസ്ഥാന നേതൃത്വം പുതിയ തലമുറയെ ഈ സംഘടനക്കാർ ഇത്ര ഇരിക്കുന്ന തല നിറച്ച ആൾക്കാരിൽ ഈ സംഘടന അവസാനിച്ച് പോകത്തേ ഉള്ളൂ. ആരാണ് ഇതിലേക്ക് കടന്നു വരുന്നത്? പുതിയ തലമുറകൾ കടന്നു വരുന്നുണ്ടോ? അങ്ങനെ പുതിയ തലമുറയെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പുതിയ വിദ്യാഭ്യാസ നയങ്ങളായാലും മറ്റുള്ള നയങ്ങളുടെ പേരിലായാലും എടുക്കുന്ന പുതിയ വിദ്യാർത്ഥികളെ നമ്മളുടെ സംഘടനയിലേക്ക് ആകർഷിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ക്രോഡീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോയെങ്കിൽ മാത്രമേ ഇനി യുക്തിവാദി സംഘം മുന്നോട്ട് പോകത്തുള്ളൂ. വളരെ വേഗത്തിൽ കാര്യങ്ങൾ പറയാം. വളരെ കാലം അധ്യാപകനായ ഒരാൾ എന്ന നിലയ്ക്ക് എൻ്റെ വിഷയം അവതരിപ്പിക്കാനുള്ള സമയം എനിക്ക് കിട്ടിയിട്ടില്ല. അത് മറ്റൊന്ന്, എല്ലാ 40 മിനിറ്റ് കൊണ്ട് പറയാവുന്ന കാര്യങ്ങൾക്കും പരിമിതികളുണ്ട്. പക്ഷേ ഇവിടെ ഉന്നയിച്ചിരിക്കുന്ന EMS പവനൻ ആ സംവാദം വന്ന് 1983 EMSനെ കുറിച്ച് ഒരു പരാമർശം നടത്തിയതാണ് യുക്തിരേഖയിൽ. അന്ന് പരാമർശം നടത്തിയ ആ കാലഘട്ടത്തിൽ, ഇതിൻ്റെ തുടക്കത്തിൽ നമ്മൾ യുക്തിരേഖ പ്രസിദ്ധീകരിച്ചിരുന്നത് ദേശാഭിമാനിയിൽ നിന്നാണ്. പക്ഷേ ദേശാഭിമാനി കോഴിക്കോടിന് അവരുടെ പത്രം അടിക്കാൻ പോലും പേപ്പർ എത്തിച്ചിരുന്ന ഒരു കാര്യം നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ടതുണ്ട്. പേപ്പർ നേരിട്ട് എത്തിച്ചു കൊടുത്ത ആളാണ് അവിടെ ഇരിക്കുന്നത് TP മണി. എന്നാൽ ഇനി സംഭവം അതല്ല പറയുന്നത്. ഇങ്ങനെ EMSനെ പറ്റി ഒരു പരാമർശം ഉണ്ടായപ്പോൾ നമ്മൾക്ക് പേപ്പർ മാസിക കൊടുക്കേണ്ടുന്ന ആ മാസിക കൊടുക്കാൻ പറ്റിയില്ല. ദക്ഷിണാമൂർത്തി എന്ന് പറയുന്ന മാനേജർ പറഞ്ഞ് ഇനി ഇവിടെ അടിക്കാൻ പറ്റില്ല, അത് നിങ്ങൾ എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി അടിച്ചോന്ന് പറഞ്ഞിട്ട് ആദ്യം തുടക്കമിട്ടത്. അതിൻ്റെ കാര്യം എന്തായിരുന്നു? EMS കേവല യുക്തിവാദികൾ എന്ന് ഒരു പരാമർശം നടത്തിയപ്പോൾ കേവല യുക്തിവാദം എന്നുള്ളത് കൃത്യമായിട്ട് EMS പറഞ്ഞിട്ടില്ല എന്നും, ഞങ്ങൾ എങ്ങനെയാണ് കേവല യുക്തിവാദികൾ ആകുന്നത് എന്നും, സാമൂഹ്യമായ എല്ലാ പ്രശ്നങ്ങളിലും പൊതുസമൂഹത്തിൻ്റെ പ്രശ്നങ്ങളായി കണക്കിലെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് യുക്തിവാദികൾ എന്നും സമർത്ഥിച്ചു. അങ്ങനെ 2 or 3 ലക്കത്തിൽ ഇവരുടെ വാഗ്വാദം തുടർച്ചയായിട്ടുണ്ടായി. അങ്ങനെ തുടർച്ചയായിട്ടുണ്ടായപ്പോൾ പല ഭാഗത്തു നിന്നും EMSനും പിന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും അനേകം ചോദ്യങ്ങൾ വന്നു. അന്ന് ചിന്തയിൽ ചോദ്യോത്തരം കൊടുക്കുമായിരുന്നു. ആ ചോദ്യോത്തരം കൊടുത്തതിൽ EMS തന്നെ പറയുകയുണ്ടായി, ഇനി നിങ്ങൾ 2 പ്രസ്ഥാനത്തിൽ ഒരേ സമയം പ്രവർത്തിക്കാൻ പാടില്ല. ഞാൻ പാർട്ടിയുടെ യോഗങ്ങളിലടക്കം പോയ ഒരു കാലമുണ്ടായിരുന്നു. അന്ന് 2 പ്രസ്ഥാനത്തിൽ ഒരേ സമയം പ്രവർത്തിക്കരുത് എന്നും, ഒന്നുകിൽ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കണമെന്നും അല്ലെങ്കിൽ യുക്തിവാദത്തിൽ പ്രവർത്തിക്കണമെന്നും പറഞ്ഞു. ആ കാലഘട്ടത്തിലാണ് U കലാനാഥൻ കോഴിക്കോട് ജില്ലയിൽ അദ്ദേഹത്തിൻ്റെ അംഗത്വവുമായി സഖാവ് VS അച്യുതാനന്ദനെ ചെന്ന് കാണുന്നത്. അന്ന് VS അച്യുതാനന്ദനാണ് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി. അങ്ങനെ കണ്ടപ്പോൾ ഈ കലാനാഥനോട് ചോദിച്ചു, ഒന്നുകിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ യുക്തിവാദം, ഏതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്? പറഞ്ഞ് ഞാൻ 2ഉം ഒരേപോലെ കൊണ്ടുപോകും എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ അംഗത്വത്തിൻ്റെ പൈസ വാങ്ങാതെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ പറയാനുള്ള കാരണം, ഇത് അതിൻ്റെ ബേസിക്കായിട്ടുള്ളൊരു കാര്യമാണ്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നീട് അവരുടെ അനുയായികൾക്ക് കൊടുത്തതെന്താന്ന് പറഞ്ഞാൽ, നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ കാര്യമാത്ര പ്രസക്തമായ കാര്യങ്ങൾ മാത്രം ചെയ്യുക, മറ്റേത് നിങ്ങൾ പോകരുത്. 2 തോണിയിൽ ഒരേ സമയത്ത് കാല് വെക്കരുതെന്നും, വി കനോട്ട് സെർവ് 2 മാസ്റ്റേഴ്സ് അറ്റ് എ ടൈം എന്നും ഉള്ള അണ്ടർലൈൻ ചെയ്ത് പറഞ്ഞ കാര്യങ്ങൾ അന്ന് പ്രസിദ്ധീകരിച്ച് വരികയുണ്ടായി. അതാണ് പറഞ്ഞത്. അതുകൊണ്ട് അന്നും ഇന്നും EMS എന്ന് പറയുന്ന ആ കമ്മ്യൂണിസ്റ്റ് ആചാര്യനെ ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ
യുക്തിവാദികളോ യുക്തിവാദി സംഘത്തിൻ്റെ മാസികയോ ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. പക്ഷേ അനേകം തവണ യുക്തിവാദികളെ കരിവായിച്ച് തേക്കുന്ന എത്രയോ ലേഖനങ്ങൾ ചിന്തയിൽ വന്നിട്ടുണ്ട്. 80 പേജ് ഇല്ലാത്ത ഒരു ചരിത്രം EMS എഴുതിയിട്ടുണ്ട്, സാംസ്കാരിക ചരിത്രം. അതിൻ്റെ 1ാമത്തെ പാരഗ്രാഫിൽ തന്നെ EMS പറയുകയുണ്ടായി, 1920-കൾക്ക് മുമ്പ് കേരള യുക്തിവാദി സംഘം അല്ലെങ്കിൽ യുക്തിവാദി സംഘങ്ങളുടെ പ്രവർത്തനത്തിൽ താല്പര്യമുണ്ടായിരുന്ന ഞങ്ങൾ ആ ഗ്രൗണ്ടിൽ നിന്നാണ് കമ്മ്യൂണിസത്തിലേക്ക് വരുന്നത്. സോഷ്യലിസ്റ്റ് കോൺഗ്രസ് ആയിട്ടും പിന്നീട് കമ്മ്യൂണിസ്റ്റിലേക്ക് വരുന്നത് ഈ രീതിയിലാണെന്ന് അദ്ദേഹം പിൽക്കാലത്ത് എഴുതുകയുണ്ടായി. അപ്പോൾ ഈ കേരളത്തിൽ യുക്തിവാദി പ്രസ്ഥാനം വരുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് മുമ്പെയാണ്. 1930-കളിലാണ് പാറപ്പുറത്ത് വെച്ചിട്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ബീജാപാപം ചെയ്യുന്നത്. 39 അത് പക്ഷേ പിന്നീട് 30 എന്ന് പോലും വിശേഷിപ്പിക്കേണ്ടായി. ഞാൻ അതുകൊണ്ട് അതാണ് എനിക്ക് ആ സ്ഖലിതം വന്നത്. എന്നാൽ അതിനു മുമ്പേ തന്നെ കേരളീയ സമൂഹത്തിൽ എന്തെന്നാണ് സമത്വമെന്നും സോഷ്യലിസം എന്ന് പറയുന്ന മനോഹരമായ സങ്കല്പം കേരളീയർക്ക് പരിചയപ്പെടുത്തിയത് സഹോദരൻ അയ്യപ്പനാണ്. അദ്ദേഹത്തിൻ്റെ മാസികയിൽ, സഹോദരൻ മാസികയിൽ, പിൽക്കാലത്ത് കൃഷ്ണപിള്ള, കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയും. അപ്പോൾ ഇതൊക്കെ പറയുന്നത് നമ്മൾ മോശക്കാരല്ല എന്ന് സ്വയം ബോധ്യപ്പെടുത്തണം നമ്മൾ. എന്തുകൊണ്ടാണ് യുക്തിവാദികളിങ്ങനെ പിറകോട്ട് എന്ന് പോകുന്നതിന് ഉത്തരം തരേണ്ടുന്നത് ഭാരവാഹികളല്ല. ഇന്ന് തന്നെ ഇത് പറയാമല്ലോ, ഇന്ന് വിളിച്ചിട്ട് ഓരോരുത്തരും വിളിച്ചിട്ട് അവരവരുടെ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പലരും വന്നിട്ടില്ല. ഇതാണ് സംഭവം. ഇനി ചെറുപ്പക്കാരുടെ എന്ന് പറഞ്ഞ് ആധുനിക ഇന്ത്യ, മധ്യകാല ഇന്ത്യ, പുരാതന ഇന്ത്യ ഇതൊക്കെ പറയണമെങ്കിൽ വീണ്ടും നമ്മൾ ഈ വിഷയത്തെ വ്യത്യസ്തമായ തലങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കണം. വിഷയസംബന്ധിയാണ് ഈ പ്രവർത്തനമൊക്കെ അത് എൻ്റെ വിഷയമല്ല, ഞാനല്ല അത് പറയേണ്ടത്. ഇത്രയേ ഉള്ളൂ. ഈ ഓട്ടോപ്സിയുടെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ഇയാളുടെ നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ കാലത്താണ്. ആ ഓട്ടോപ്സിയുടെ രേഖകൾ കേരള യുക്തിവാദി സംഘത്തിൻ്റെ മുഖപത്രമായിരിക്കുന്ന യുക്തിരേഖയിൽ പ്രസിദ്ധീകരിച്ചിരുന്നു അക്കാലത്ത്. അങ്ങനെ കേരളത്തിൻ്റെ പല ഭാഗത്തും നമ്മൾ ഇതിനെതിരെ ശബ്ദം ഉയർത്തുകയുണ്ടായി. ഇപ്പോൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇതില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, എല്ലാം നിങ്ങൾക്ക് ഗൂഗിളിൽ ചോദിച്ചാൽ കിട്ടില്ല. പണ്ട് പറയുകയുണ്ടായിരുന്നു, ശ്രീപത്മനാഭൻ്റെ ഇത് മലയാളം നിഘണ്ടുവിൽ ശ്രീകണ്ഠേശ്വരം പത്മനാഭപിള്ളയുടെ നിഘണ്ടുവിലില്ലാത്ത ഒരു പദവും നമ്മൾ ഉപയോഗിക്കുന്നില്ല. തെറ്റ്. അത് അനേക പദങ്ങൾ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നു ശ്രീകണ്ഠേശ്വരൻ പത്മനാഭപിള്ളയുടെ ഇതിലില്ല. അതേപോലെ തന്നെ ഗൂഗിളിൻ്റെ കാര്യത്തിലും ഇതാണ്. നമ്മളെപ്പോലെയുള്ള കുറച്ചാളുകൾ ആർജിച്ച വിഷയമാണ് അല്ലെങ്കിൽ ഉത്തരങ്ങളാണ് ഗൂഗിളിന് സമ്മാനിക്കുന്നത്. ഇത് അപൂർണമാണ്. ഇനിയും നമുക്കിതേക്കുറിച്ച് പറയണം. നിങ്ങളുമായിട്ട് നേരിട്ട് സംവാദം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഇനി മോഡറേറ്ററുടെ സമാപനമാണ്. ഇവിടെ നിങ്ങൾ പറഞ്ഞ ഒരു കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത പറയാം. എന്താണ് മതവും മാർക്സിസവും തമ്മിലുള്ള ബന്ധം? മാർക്സിസവും യുക്തിവാദവും തമ്മിലുള്ള വൈരുദ്ധ്യം എന്താണ്? അത് മനസ്സിലായി കഴിഞ്ഞാൽ മാത്രമേ ആ ചോദ്യകർത്താവിൻ്റെ ചോദ്യത്തിന് ഉത്തരമാവുള്ളൂ. മാർക്സ് പറയുന്നു, മനുഷ്യൻ ചൂഷണം ചെയ്യുന്ന സാമൂഹ്യ വ്യവസ്ഥിതിക്ക് ഒഴിച്ചുകൂടാനാവാതെ ചില ഉപാധിഭേദങ്ങളുണ്ട്. ആ ഉപാധിഭേദങ്ങളിൽ ഒന്നാണ് മതം. മതത്തിനെ പറ്റിയിട്ട് അദ്ദേഹത്തിൻ്റെ മനോഹരമായ വാചകമുണ്ട്. അടിച്ചമർത്തപ്പെട്ട ജീവിയുടെ നിശ്വാസമാണത്. ഹൃദയമില്ലാതെ രോഗത്തിൻ്റെ ഹൃദയമാണ്. അത് ആത്മാവ് നഷ്ടപ്പെട്ട സ്ഥിതിവിശേഷത്തിൻ്റെ സ്ഥിതി. അതിനു പുറമെ മനുഷ്യനെ മയക്കുന്ന കറുപ്പ് എന്നല്ല മാർക്സ് പറഞ്ഞത്. മതം മനുഷ്യന് കറുപ്പാണ് എന്നാണ് പറഞ്ഞത്. അപ്പം മാർക്സിസവും യുക്തിവാദവും തമ്മിൽ
ശത്രുതാപരമായ വൈരുദ്ധ്യം ഈ മാർക്സിസത്തിൻ്റെ വൈരുദ്ധ്യാധിഷ്ഠിത രീതിയിൽ വിശകലനം ചെയ്യുമ്പോൾ അങ്ങനെയാണ് വരിക. മാർക്സിസവും യുക്തിവാദവും തമ്മിൽ ശത്രുതാപരമായിട്ടുള്ള വൈരുദ്ധ്യമുണ്ടോ, ശത്രുതാപരമല്ലാതെ വൈരുദ്ധ്യമുണ്ടോ? അപ്പോൾ ശത്രുതാപരമല്ലാതെ വൈരുദ്ധ്യമുണ്ട്. ആ കാലത്ത് കേരള യുക്തിവാദി സംഘം ഒരു ബുക്കിഷ് മൂവ്മെൻ്റായിട്ടേ മാറിയിട്ടുള്ളൂ. പ്രായോഗിക രംഗത്ത് കൂടുതൽ വന്നിട്ടില്ല. അറിവ് എന്ന് പറഞ്ഞാൽ മാർക്സിസത്തിൻ്റെ ദർശനത്തിൽ അറിവ് പ്രയോഗമാണ്, പ്രവർത്തനമാണ്. പിന്നെ മഹാനാണ് EMS. പക്ഷേ EMS പറയുന്ന എല്ലാ കാര്യങ്ങളും ശരിയായിരിക്കണമെന്നില്ല. കാരണം തത്വചിന്തയിൽ ആത്മീയവാദവും ഭൗതികവാദമേ ഉള്ളൂ. അല്ലാതെ അതിൽ കേവല യുക്തിവാദം, കേവല ഭൗതികവാദം എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. അത് തീർച്ചയായിട്ടും പാർലമെൻ്ററി ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന പാർട്ടികൾ, ഞാൻ ആ പാർട്ടീൻ്റെ ആളാണ്, വേറെ കാര്യം. പാർലമെൻ്ററി ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നൊരു ഒരു പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ തീർച്ചയായിട്ടും മനുഷ്യനെ മാർച്ച് ചെയ്യുന്ന പാവയായിട്ടും ഒരു വോട്ടായിട്ടും മാത്രമേ കാണാറുള്ളൂ. അവിടെയാണ് അതിൻ്റെ പ്രശ്നം. മനുഷ്യനായാലും വലിയ ഉയർന്ന ആശയബോധം ഉള്ളവനാണ്. അപ്പോൾ തീർച്ചയായിട്ടും മഹാനായ ലെനിൻ പറഞ്ഞ ഒരു വാചകം പറയാം: എല്ലാ മതങ്ങളും അവരുടെ സംഘടനകളും ബൂർഷ്വാ പ്രതിലോമ ശക്തികൾക്ക് തൊഴിലാളി വർഗത്തെ ചൂഷണം ചെയ്യാനും മർദ്ദിച്ചൊതുക്കുവാനുമുള്ള ഉപകരണമാണ്. അപ്പോഴും മതം ഒരു മർദ്ദന ഉപകരണമാണ്. സാംസ്കാരിക രംഗത്തുള്ള മേൽപ്പുര, ആ മേൽപ്പുര സാമ്പത്തിക അടിത്തറ മാറാൻ സാംസ്കാരിക രംഗത്തുള്ള പ്രവർത്തനം ആവശ്യമാണ്. അതിൽ 5ാമത്തെ തൂണാണ് മതം. ആ മതത്തിനെതിരായിട്ട് നിലവിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒന്നും ചെയ്യാറില്ല. കാരണം അത് വോട്ട് ബാങ്ക് ആയതുകൊണ്ടാണ്. അതുകൊണ്ട് ആ കുറ്റം മറച്ചു പിടിക്കാനും നമ്മളെ കേവല യുക്തിവാദികൾ എന്ന് പറഞ്ഞ്, ഞാനും വളരെക്കാലം പാർട്ടി അംഗമായിരുന്നു, ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് പാർട്ടി അനുഭാവിയാണ്, സഹപ്രവർത്തകൻ മാത്രമാണ്. കാരണം ശത്രുതാപരമല്ലാതെ വൈരുദ്ധ്യം പാർട്ടിയായിട്ട് ഇപ്പോഴും ഉണ്ട്. നേരെ മറിച്ച് ശത്രുതാപരമായിട്ടുള്ള വൈരുദ്ധ്യം എനിക്ക് പാർട്ടിയായിട്ടുമില്ല. അപ്പോൾ EMS പറഞ്ഞ് അന്ന് EMS പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്കാരൊക്കെ ശരിയാണെന്ന് വിചാരിക്കും. EMSനും തെറ്റുപറ്റി എത്രയോ കാര്യം വേണ്ടി ഞാനിപ്പോൾ പറയാം. ഒരു കാര്യം ഞാൻ ഒന്ന് ചൂണ്ടിക്കാണിക്കാം. AKG നമ്മുടെ കേരള യുക്തിവാദി സംഘത്തിൽ അംഗമായിരുന്നു. ഇന്നത്തെ അഖിലേന്ത്യാ സെക്രട്ടറി MA ബേബി വളരെ കാലം എല്ലാ യുക്തിവാദി സംഘത്തിൻ്റെ യോഗങ്ങളിലും ചെറുപ്പത്തിൽ വരുന്നൊരു മനുഷ്യനാണ്. ഈ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ EMS ഒക്കെ ആദ്യകാലത്ത് VT ഭട്ടതിരിപ്പാടിലൂടെയാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗത്തേക്ക് വരുന്നത്. അപ്പോൾ തീർച്ചയായും കേരള യുക്തിവാദി സംഘം നയപ്രഖ്യാപന രേഖ വായിച്ചിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ അന്ന് EMS മറുപടി പറയില്ല. പക്ഷേ ഇതൊരു മേശയുടെ ചുറ്റും വെച്ചിട്ട് പവനനും EMSും ചർച്ച ചെയ്യുകയായിരുന്നെങ്കിൽ കേരള യുക്തിവാദി സംഘത്തിന് ഇത്രമാത്രം ഡാമേജ് ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ള കാര്യം കൂടി ഓർക്കുക. മതത്തെക്കുറിച്ചിട്ട് മാർക്സ് പറഞ്ഞ വാചകങ്ങൾ നിങ്ങൾ മാർക്സിസത്തിൻ്റെ മതവിമർശനം എന്ന് പറയുന്ന പുസ്തകം മലയാളത്തിലുണ്ട്. അതൊന്ന് നോക്കിയാൽ മനസ്സിലാവും. അത് വായിച്ചതിന് ശേഷം അതിൻ്റെ ഒറിജിനൽ കോപ്പി വായിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.